ആമീൻ സ്തോത്രം പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഈ കൊടുത്തനവയുള്ള ഉത്തരത്തിന്റെ മുഖത്ത് ആമേൻ പത്രോസിനെ നോക്കി നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ആത്മീക യാഥാർത്ഥ്യമാണ് ഇന്ന് പകൽക്കാലം ചിന്തിരിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ഈ ലോക ആമേൻ സ്തോത്രം കടന്നു വരവിനെ കുറിച്ച് കർത്താവ് ഇപ്പോഴാണ് പ്രസ്താവിക്കുന്നത്. ഞാന് എന്റെ സഭയെ പണിയും. ദൈവത്തിന്റെ സ്തോത്രം. ഞാന് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഞാൻ ഒരൽപ്പം പിന്നോട്ട് പോയി വേഗത്തിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ ആമേൻ സ്തോത്രം ഏറെ ആഗ്രഹമുള്ള, ഏറെ താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക. ആമേൻ സ്തോത്രം. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിപ്പാൻ കഴിയാത്ത വിധത്തിൽ പിശാച് അതിൻ്റെതാകുന്ന തന്ത്രങ്ങളും അതിൻ്റെതാകുന്ന വലയങ്ങളും ശക്തിയോടെ പ്രാവർത്തിക തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ ആഗ്രഹം ഭൂമിയിൽ ദൈവത്തിന്റെ സഭ സ്ഥാപിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആദമിനെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന്റെ രാജ്യം ഇവിടെ ഉണ്ടാക്കണമെന്നായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ തന്ത്രശാലിയും ആമേൻ സ്തോത്രം കൗശലക്കാരനുമാകുന്ന പിശാച് ആമേൻ സ്തോത്രം വളരെ ആമേൻ ഹല്ലേലൂയ കുടില തന്ത്രം ഉപയോഗിച്ച് ആദമിനെ അനുസരണക്കേടിലേക്ക് വീഴ്ത്തി. ദൈവത്തിന് സ്തോത്രം. ഈ സാഹചര്യത്തിന്റെ മുഖത്ത് അവൻ തിന്നരുത് എന്ന് അവൻ പറഞ്ഞ പഴം അവൻ ഭുജിച്ചതു മുഖാന്തരം ദൈവരാജ്യ പ്രവർത്തിക്ക് അവനെ ആരും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആദമിൽ ജനിക്കപ്പെട്ട ആമേൻ ഹല്ലേലൂയ സ്തോത്രം മക്കളെ കണ്ടപ്പോൾ ദൈവത്തിന്റെ തിരുഹൃദയത്തിന് പിന്നെയും താല്പര്യമുണ്ടായി. എന്താണ് ആ താല്പര്യം? അടുത്ത തലമുറയിലൂടെ ഞാൻ സഭയെ പണിയും. ഖായീനും ഹാബേലും മുമ്പിൽ വന്ന് ദൈവത്തിന് യാഗം കഴിച്ച പ്രസാദപൂർണരാകുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം ആബേലിൽ പ്രസാദിച്ചു എന്ന് കണ്ട സാഹചര്യങ്ങളിൽ ആമേൻ സ്തോത്രം പിശാച് കായന്റെ അന്തരംഗത്തിൽ ആമേൻ സ്തോത്രം ഒരു കോപം ജനിപ്പിച്ച് എന്തെടുത്തു? തന്നെ രഹസ്യമായി വയലിൽ വിളിച്ചു കൊണ്ടുപോയി ആമേൻ സ്തോത്രം നീതിമാനാകുന്ന ഹാബേലിനെ വധിച്ചു, കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അപ്പോഴും ദൈവം കണ്ടോ, പിശാച് ഹാബേലിലൂടെ ചെയ്യണമെന്ന് വിചാരിച്ച ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ പ്രവൃത്തിയെ ആമേൻ സ്തോത്രം പിശാച് നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ആമേൻ സ്തോത്രം തുടരെ അവൻ കാലഘട്ടങ്ങൾ മാറി വരുന്ന അനുസരിച്ച് ദൈവം ആരെയൊക്കെ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചോ അവരെല്ലാം പിശാച് അതിൻ്റെതാകുന്ന വലയങ്ങൾ കൊണ്ട് വീഴ്ത്തിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയ മലനാകുന്ന ശിംശോനെ ഉപയോഗിക്കണമെന്ന് ദൈവം വിചാരിച്ചു. പക്ഷേ ഒരു പൈശാചിക വലയം എന്ന ദലീലയുടെ മടിയിൽ അവൻ ഉറങ്ങി ആത്മശക്തിയെ കെടുത്തിക്കളഞ്ഞു. ഒരു ഭാവിയെ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവൻ തന്റെ ഹല്ലേലൂയ സ്തോത്രം തന്നോടൊപ്പം ഉണ്ടായിരുന്ന അവൻ തന്റെ ഭൃത്യന്റെ ഹല്ലേലൂയ ഭൃത്യനെ കൊല്ലുകയും അവന്റെ ഭാര്യയെ അവൻ അപഹരിക്കുകയും ചെയ്ത മുഖാന്തരം പിശാചിന്റെ വലയത്തിലകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കാലഘട്ടങ്ങൾ മാറി 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 മുന്നോട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം ഈ മലാഖി പ്രവാചകന്റെ കാലവും സുവിശേഷവുമായുള്ള അന്തരത്തിൽ ഒരു 400 വർഷത്തെ ആമേൻ ബ്ലാക്ക് പീരീഡ് ആമേൻ സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു 400 വർഷത്തെ ഒരു പ്രത്യേക തലം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ മലാഖി പ്രവാചകന്റെ കാലം വരെ ദൈവത്തിന്റെ ആത്മാവ് പലരെയും ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. ദൈവത്തിന് ഇപ്പോൾ പിശാച് വളരെ സന്തോഷമായി ഏകദേശം 400-ൽ പരം തലമുറകൾ ഒന്നിനു പിന്നാലെ ഒന്നായി ജനിക്കപ്പെട്ട ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിച്ച പദ്ധതി ആമേൻ സ്തോത്രം പിശാച് പൊളിച്ചു കൈക്കൊടുത്തു. പിശാച് പൊളിക്കുന്നവൻ എവിടെങ്കിലും വല്ലം പൊളിക്കുന്നെങ്കിൽ അവന്റെ പണി ആമേൻ അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിശാചിന്റെ പണിയാണ്. പിശാച് പൊളിച്ചു കൈക്കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ആമേൻ സ്തോത്രം അയക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം വലിയ പ്ലാൻ ചെയ്തു. ആ ഒരു 400 വർഷക്കാലം അവൻ പ്രവചന ശബ്ദമില്ല, ശക്തമായ ആത്മീയ ആരാധനകളോ ആമേൻ ദൂതുകളോ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. പൊടുന്നനവേ അവൻ കേൾക്കപ്പെടുന്ന ദൂത് മരുഭൂമിയിൽ 400 വർഷത്തിന് ശേഷം മരുഭൂമിയുള്ള യോഹന്നാന്റെ ശബ്ദമാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ വിളിച്ചു പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.
നിങ്ങൾ നോക്കിയേ, 400-ൽ പരം ആരളിയ സ്തോത്രം തലമുറകൾ പിന്നിട്ടിട്ട് ദൈവത്തിന് സ്തോത്രം കടന്നു വരുന്ന ഒരു പ്രത്യേക നിമിഷത്തിൽ മരുഭൂമിയെ നടുക്കുന്ന പിശാചിന്റെ ശക്തികളെ നടുക്കുന്ന ഒരു പ്രവചന ശബ്ദം. എന്താ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ട മാത്രം പിശാച് അവൻ ഞൊടിയിടയിൽ ചാടി എഴുന്നേറ്റു. എല്ലാം ശാന്തമായെന്ന് വിചാരിച്ച കഴിഞ്ഞ 400 വർഷമായി ഇവിടെ ഒരു അനക്കം പോലും ഇല്ലാതിരുന്നതാ. ഇപ്പൊ പൊടുന്നനവേദ അടുത്തത് വന്നിരിക്കുന്നു. ദൈവരാജ്യം, സ്തോത്രം. ഇവിടെ ദൈവരാജ്യം സ്തോത്രം. അങ്ങനെയാണോ വിളിച്ചു പറഞ്ഞേ? സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ അവൻ ഒന്നൊന്നായി തകിടം മറിച്ചു തകർത്ത് അവൻ തരിപ്പണമാക്കിയ പിശാചിന്റെ ചെവിയിൽ കേൾക്കുന്നത് അത് സമീപിച്ചിരിക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. പിശാച് ശക്തമായി എഴുന്നേറ്റു. നിങ്ങൾ നോക്കിയേ, അത് സമീപിച്ചു എന്ന് പറഞ്ഞ യോഹന്നാനെ സ്തോത്രം. അപ്പോഴും പിശാച് വിചാരിച്ചു അവൻ ഇതുകൊണ്ട് ഇവിടെ തീർന്നു പോയെന്ന. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആരുടെ വിശുദ്ധമായി എടുക്കേണ്ട ശ്രദ്ധിച്ചാൽ മതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-17 വാക്യത്തിൽ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ നിന്നുപോയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി എന്തുകൊടുത്തില്ല? നിന്നുപോയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി തുടങ്ങാൻ തുടങ്ങി. സ്തോത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-17 വാക്യത്തിൽ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിൽ വന്ന് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. എന്താണ് പ്രസംഗിച്ചത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവൻ പിശാച് വിചാരിച്ചു, എടാ യോഹന്നാനിലൂടെ തന്നെ യോഹന്നാനെ ചിരച്ഛേദം ചെയ്തതുകൊണ്ടുള്ള പരിപാടി പിന്നെയും തീർന്നു വിചാരിച്ച്. ആമേൻ, സ്തോത്രം. ഈ സാഹചര്യത്തിന്റെ മുഖത്താണ് ആരാണ് വന്നിരിക്കുന്നത് തീർത്തും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ, സ്തോത്രം, ഭൂമണ്ഡലത്തിൽ ചുറ്റിക്കറങ്ങുന്ന പിശാച്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ പിന്നെയും ചാടി എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇവിടെ നിന്നുകൊണ്ട് ഒരു ആത്മദൂത് പറയട്ടെ. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു സഭയെ കണ്ടിട്ടുണ്ടെങ്കിൽ, പിശാച് എത്ര മുടിച്ചു കളഞ്ഞാലും അതിന്റെ നടുവിൽ പണിതെടുപ്പാൻ കഴിവുള്ള ഒരു നസ്രയനായ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് ശബ്ദം കുറച്ചൊരാമീൻ പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സാഹചര്യത്തിന്റെ മുഖത്താണ് നമ്മുടെ കർത്താവിന്റെ പരീക്ഷകൾ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ പരീക്ഷകളിലേക്ക് കടക്കുന്നില്ല. എന്റെ സബ്ജക്റ്റ് അല്ല. ഞാൻ അതിനോട് വേഗത്തിൽ വരാൻ വേണ്ടി തൊട്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരീക്ഷകളിൽ കടക്കുമ്പോഴൊക്കെ പിശാച് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ. ഇപ്പോൾ പിശാചിന്റെ അന്തരംഗത്തിന് ഒരു വിറയൽ പിടിച്ചിട്ടുണ്ട്. ഈ വന്നിരിക്കുന്നത് ദൈവപുത്രനാണെങ്കിൽ അവൻ ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കാതെ പോകത്തില്ല. കാര്യമുണ്ട്. ഇന്നലെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തൊട്ടുപോയി. ആമേൻ, സ്തോത്രം. ഭൂമിയിൽ നിന്ന് ആമേൻ, സ്തോത്രം, സ്വർഗത്തിൽ പോയി ആരാധിച്ച് മടങ്ങി വരുന്ന ആമേൻ, സ്തോത്രം, ദൂതന്മാരെ അവൻ നക്ഷത്രഗോളത്തിലുള്ള ദൈവദൂതന്മാരുമായുള്ള ബന്ധത്തിന്റെ മുഖത്ത് ദൈവത്തിന്റെ ആമേൻ, സ്തോത്രം, മേഘമണ്ഡലത്തിന് മുകളിൽ ഭരണം ആഗ്രഹിച്ച് ഹൃദയത്തിൽ വാഞ്ചിച്ചു കൊണ്ടിരുന്നവനെ താനായിരുന്ന മണ്ഡലങ്ങളിൽ നിന്ന് അവൻ വലിച്ചെറിഞ്ഞ സാഹചര്യം. അങ്ങനെ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തിയ കാര്യം ജസ്റ്റ് ഒന്ന് തൊട്ടുവെച്ചു. സ്തോത്രം. ഞാൻ വേഗത്തിൽ പറഞ്ഞോണ്ട് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കത്തില്ല. സ്തോത്രം. നന്നായി ഗ്രഹിക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ അവൻ ആ സാഹചര്യത്തിന്റെ മുഖത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ നോക്കണമേ. ആ ദൈവം തന്നെ വലിച്ചെറിഞ്ഞ ദൈവമാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ അവൻ സ്ഥാപിക്കാതെ പോകത്തില്ല. പിശാചിന്റെ ഒരൊറ്റ കാര്യം തിരിച്ചറിഞ്ഞാൽ മതി, ഇവൻ ദൈവപുത്രനോ. പിശാച് ചോദിക്കുന്ന ചോദ്യം അതാണ്. ആമേൻ, സ്തോത്രം. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലപ്പമാക്കുക. ചോദ്യം 3 ഒന്നാണ്. നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ. ആമേൻ, സ്തോത്രം. 3 തല പരീക്ഷണങ്ങളാണെങ്കിലും ചോദ്യം ഒന്ന് തന്നെയാണ്. എന്താ അവൻ അറിയേണ്ട ഒരൊറ്റ കാര്യം? എന്തുവാ? ദൈവപുത്രനാണോ? പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ പിശാച് കൊണ്ടുവരുന്ന പ്രകോപനങ്ങളെ ഒന്നും ഏറ്റെടുക്കുന്നതല്ല എന്റെ ദൈവത്തിന്റെ പരിപാടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നന്നായി
വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ 4-ാം വാക്യം 7-ാം വാക്യം 10-ാം വാക്യം 12-ാം വാക്യം എഴുതി വെച്ചിരിക്കുന്നത്, ഓരോ പ്രാവശ്യവും പിശാച് ചോദിക്കുമ്പോഴും ചോദ്യത്തിന് മറുപടിയായി യേശു പറയുന്ന 3 കാര്യമുണ്ട്. ഒന്ന്, സ്തോത്രം, എന്ന് അതല്ല പരീക്ഷിക്കരുന്ന് മാത്രമല്ല, അതിനടുത്തതാ പ്രാധാന്യം, എന്ന് എഴുതിയിരിക്കുന്നു. അവൻ അതിന്റെ അർത്ഥം പിടികിട്ടിയോ ദൈവമക്കളെ? അവൻ യേശു പിശാചിനോട് പറഞ്ഞത്, ആമൻ ദുഷ്ട, ഇതിൽ ആമൻ എന്ത് സ്വർഗം എഴുതിയിരിക്കുന്നോ അത് ചെയ്യാനാ ഞാൻ ഇവിടെ വന്നേ. നീ കൊണ്ടുവരുന്ന കല്ല് അപ്പമാക്കാനല്ല ഞാൻ വന്നത്. നീ കൊണ്ടുവന്ന കല്ലൊന്നും അപ്പമാക്കാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നതിനൊരു ഉദ്ദേശ ബുദ്ധിയുണ്ട്. യുഗാരംഭങ്ങൾക്ക് മുമ്പ് ആമേൻ സ്വർഗത്തിൽ സുസ്ഥിരമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിരിക്കുന്നത് നിവർത്തിക്കാനാ ഞാൻ വന്നത് എന്നെഴുതിയിരിക്കുന്നു. അവൻ 3 പരീക്ഷണങ്ങളുടെയും അവൻ മുഖത്ത് കർത്താവ് പറയുന്നത് എഴുതിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു. രാമയും പറയുന്നില്ല. അവൻ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ നന്നായി തിരിച്ചറിയട്ടെ. അങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് എഴുതി അവൻ പറഞ്ഞ കർത്താവ് അവസാനമായി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുന്നു. അവൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നിങ്ങൾ നോക്കിയാൽ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ കുറെ കാലത്തേക്ക് തന്റെ പരീക്ഷ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധേയമാണ് കേട്ടോ. സ്തോത്രം. എന്നേക്കും നല്ല എഴുതിയിരിക്കുന്നേ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ. ആണോ? പരീക്ഷയും തികച്ച ശേഷം അവിടെ വാക്ക് ശ്രദ്ധിക്കണം. വേണേ അതിന്റെ അടിയിൽ ഒന്ന് വരയട്ടെ. അവൻ സ്വന്തം പേരായ പുസ്തകമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറെ കാലത്തെ അല്ലേ? സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, കുറെ കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ പുരോഹിതന്മാർ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്കറിയാമോ? പുരോഹിതന്മാർ യേശു ക്രിസ്തുവിനെ ഹന്നാവും കയ്യാഭാവും മാറി മാറി ചോദ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ വന്ദിനായ ദൈവത്തിന്റെ പുത്രനോ? അവർക്കും അറിയേണ്ടത് ദൈവപുത്രനാന്ന്. ആരെ ഈ ചോദ്യം എവിടുന്ന് വരുന്നതെന്ന് അറിയാമോ? ഇന്നും ഇന്നലെ തുടങ്ങിയ ചോദ്യങ്ങളല്ല. സ്തോത്രം. പിശാച് അവർ അന്തരംഗത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു, നീ വന്യനായ ദൈവത്തിന്റെ പുത്രനാണോ? മരുഭൂമിയിൽ പരീക്ഷിച്ചപ്പോൾ ചോദിച്ച അതേ ചോദ്യം കൊണ്ടുവന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. അവരുടെ മുമ്പിൽ വെച്ച് പ്രൈസ് ദി ലോർഡ്. എവിടെ വെച്ചാ കർത്താവ് തെളിയിക്കുന്നതെന്ന് അറിയാമോ? താൻ ആരാണെന്ന്. അത് ഞാനാ. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? നമ്മുടെ കർത്താവ് മനുഷ്യനെയോ പിശാചിനെയോ ലോകത്തെയോ ഭയക്കുന്നവനല്ല. ആമേൻ. മഹാപുരോഹിതന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, അത് ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. പീലാത്തോസിന്റെ ചോദ്യത്തിന്റെ മുഖത്ത് എന്റെ കർത്താവ് പറഞ്ഞു, നീ ഇതല്ലടാ കാണാനിരിക്കുന്നത്, മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നീ കാണുന്ന ദിവസങ്ങളുണ്ട്. അവൻ ഭയമില്ലാത്ത ക്രിസ്തുവിന്റെ വക്താക്കളായി ഇന്ന് പകൽക്കാലം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കട്ടെ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അടയാളങ്ങൾ നടത്തുന്നവൻ, വീര്യപ്രവർത്തികൾ ചെയ്യുന്നവൻ, അവൻ വിശുദ്ധരിൽ വിശുദ്ധനായവൻ, അവൻ ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, പാപത്തിന്റെ മോചനത്തിന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അവൻ കാൽവരിയിൽ നമുക്കായി യാഗമായി തീർന്ന ദൈവം ഞാനിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, അവൻ നിന്റെ നടുവിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഈ പരീക്ഷകൾക്ക് ശേഷം കടന്നു വന്ന എന്റെ കർത്താവിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ സ്തോത്രം. ഈ സാഹചര്യത്തിലാണ് യേശുക്രിസ്തു തറപ്പിച്ചു പറഞ്ഞു, ഞാൻ സ്ഥാപിക്കും. ഞാൻ സ്ഥാപിക്കും. എന്ത് സ്ഥാപിക്കും? നീ പത്രോസാണ്. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം ആമേൻ സ്തോത്രം പെട്ര എന്ന് പറഞ്ഞ ഒരു കഷണം, വൺ പീസ് ഓഫ് റോക്ക്. ആമേൻ സ്തോത്രം. ഈ പാറമേൽ ഈ കല്ലിനെ വെച്ച് ഞാൻ പണി. കർത്താവ് രഹസ്യമായിട്ടൊന്നുമല്ല പറഞ്ഞേ, പരസ്യമായിട്ടാണ്. അതിന്റെ അർത്ഥം പരസ്യമായി പറഞ്ഞതിന്റെ അർത്ഥം തടുക്കാൻ കഴിവുള്ള
ഏത് അന്ധകാര മണ്ഡലം ഉണ്ടെങ്കിൽ തടുത്ത് നോക്കി ഞാൻ പണി. ഇവനെ വെച്ച് തന്നെ ഞാൻ പണി. സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ അവനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നീ പത്രോസാ, ഹല്ലേലൂയ, നീ ആമീൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ വെട്ടിയെടുത്ത കന്നി ഗർഭമുണ്ട്, അവിടുന്ന് ഞാൻ നിന്നെ വെട്ടിയെടുത്ത, പ്രൈസ് ദി ലോർഡ്, നീ പത്രോസാണ്. ഈ പാറമേൽ ഏത് പാറ? ആമേൻ. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10 ആമേൻ സ്തോത്രം 5 ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒരു ആത്മീയ ആഹാരം തിന്നു, നിങ്ങളൊരു ആത്മീയ ആമേൻ പാനീയം കുടിച്ചു, ആമേൻ നിങ്ങളെ അനുഗമിച്ച ആത്മീയ പാറയിൽ നല്ലോ നിങ്ങൾ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഏത് പാറ? ക്രിസ്തുവാകുന്ന പാറ. ആവട്ടെന്ന് പറഞ്ഞേ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ പാറമേൽ ഞാൻ എന്തൊടുക്കും? എന്റെ സഭയെ പണിയും, എന്റെ സഭയെ പണിയും. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ആമേൻ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു ആത്മീയ രഹസ്യം, പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഇപ്രകാരമാണ്, ആമേൻ സ്തോത്രം, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഞാനിവിടെ ഒരു കോമയിട്ട് നിർത്തി വേറെ ഭാഗത്തോട്ട് പോകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ സ്തോത്രം. വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആമേൻ സ്തോത്രം ഈ കാലഘട്ടങ്ങളിലെ ആമേൻ സ്തോത്രം ചില യുഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കുന്ന സമയം വരെ 7 യുഗങ്ങളായി ആമേൻ വേദ പണ്ഡിതന്മാർ വേർതിരിച്ചിരിക്കുന്നു. 1 നിഷ്പാപ യുഗം, സ്തോത്രം. 2 മനസാക്ഷി യുഗം. 3 മാനുഷിക ഭരണ യുഗം. 4 വാഗ്ദത്ത യുഗം. 5 ന്യായപ്രമാണ യുഗം. 6 ദൈവരാജ്യം ആമേൻ അല്ലെങ്കിൽ കൃപായുഗം. ആമേൻ സ്തോത്രം, സഭായുഗം അല്ലെങ്കിൽ കൃപായുഗം. 7 ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ശ്രദ്ധിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദത്തങ്ങളുടെ യുഗം തുറന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങളുടെ യുഗം തുറന്നിരിക്കുന്നതിന് ഇടയിൽ തന്നെ പ്രൈസ് ദി ലോർഡ് വാഗ്ദത്തം തീർന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം പത്രോസ്ലീഹ 11 കൂടെ എഴുന്നേറ്റ് നിന്ന് അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്ന യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ സ്തോത്രം, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2:39. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ അങ്ങോട്ട് പോവാ, അതെല്ലാം കഴിഞ്ഞില്ലേ? ആമേൻ. അടുത്ത പ്രോഗ്രാമിലോട്ട് പോവാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ വന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണം, വാഗ്ദത്തം ആമേൻ തുടങ്ങുന്നു ഉൽപ്പത്തി 12. ആമേൻ സ്തോത്രം, ഞാൻ നിന്നെ അനുഗ്രഹിച്ച വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അബ്രഹാമിനെ വിളിച്ച് വാഗ്ദത്തത്തിന്റെ ഒരു യുഗം തുറക്കുന്നു. സ്തോത്രം. നമ്മൾ നോക്കണം, ഈ വാഗ്ദത്ത യുഗത്തിനകത്ത് വെച്ച് തന്നെ ശ്രദ്ധിച്ചോണം, വാഗ്ദത്ത യുഗത്തിന് അകത്ത് വെച്ച് തന്നെ ഒരു ന്യായപ്രമാണ യുഗം തുറക്കുന്നു. വാഗ്ദത്തങ്ങളുടെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പേജുകൾ മറിക്കാതെ വാഗ്ദത്തങ്ങളെ നിലനിർത്തിക്കൊണ്ട് അടുത്തൊരു യുഗത്തിന്റെ പിറവി ആരംഭിച്ചു. ആമേൻ സ്തോത്രം. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ ന്യായപ്രമാണം ആമേൻ സ്തോത്രം മോശയ്ക്ക് ദൈവം കൈമാറുന്ന സമയം മുതൽ തുടർന്ന് അപ്പോസ്തല പ്രവൃത്തി 2 വരെയുള്ള ഈ കാലഘട്ടത്തെ വാഗ്ദത്ത യുഗം എന്ന് പറയുന്നു. ആമേൻ. ആമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദത്ത യുഗം ആമേൻ സ്തോത്രം നിൽക്കുമ്പോൾ തന്നെ വേറൊന്ന് നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആമേൻ സ്തോത്രം. ന്യായപ്രമാണ യുഗം ആമേൻ തുടങ്ങി ആമേൻ ഈ അപ്പോസ്തല പ്രവൃത്തി 12 വരെ നിൽക്കുമ്പോൾ തന്നെ വേറൊന്ന് നിൽക്കുന്നു. ഏത് നിൽക്കുന്നു? ഒരു വാഗ്ദത്തം നിൽക്കുന്നു. അത് തീർന്നു പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ചിരിക്കാൻ പറ്റുമെങ്കിൽ തുറന്ന് ചിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? ആമേൻ. വേഗത്തിൽ പോകാം. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കുക, വാഗ്ദത്ത യുഗം ഉൽപ്പത്തി പുസ്തകം 12 തുറക്കുമ്പോൾ ആമേൻ സ്തോത്രം പുറപ്പാട് പുസ്തകം 19 ആമേൻ അടുത്തൊരു യുഗം തുറക്കുന്നു. വേണ്ട ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനും പോവല്ലേ. ഇനി മുഴുവൻ കാര്യം എന്റേതാ. പ്രൈസ് ദി ലോർഡ്. എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പരിപാടി എന്റേതാ. പിള്ളേരെ നോട്ടം വരെ എന്റെ ദൈവം തന്നേച്ചാ മതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയുന്ന ആമേൻ സ്തോത്രം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഞാൻ ഈ വിശ്വാസം എന്റെ ഈ അനുഭവ സാക്ഷി ഒന്നും പറഞ്ഞില്ല. എനിക്ക് വചനത്തിലോട്ട് കയറിയാൽ പിന്നെ ഞാൻ വചനത്തിൽ കാര്യത്തിലാണ് പോകും. സ്തോത്രം. അന്നേരം ബാക്കിയുള്ളതെല്ലാം മറന്നു. ശുശ്രൂഷയ്ക്ക് കയറിയാൽ പിന്നെ ശുശ്രൂഷയുടെ ആഴത്തിലാവും. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആമേൻ വിശ്വാസത്തിൽ വന്നു. എൻ്റെ അമ്മച്ചിയൊക്കെ മർത്തോമേനാ. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര മർത്തോമേൻ്റെ ഭയങ്കര മർത്തോമക്കാരി. പ്രൈസ് ഗോഡ്. ആമേൻ സ്തോത്രം. ഞങ്ങൾ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു. സ്തോത്രം. എൻ്റെ അപ്പച്ചന്, എൻ്റെ വല്യപ്പച്ചൻ ഓർത്തഡോക്സിലെ ഒരു അച്ഛനാണ്. സ്തോത്രം. ഇന്നും എൻ്റെ ഭവനത്തിൽ നമ്മുടെ പരിമല ദേറായിലിരിക്കുന്ന എറമ്പാച്ചൻ എൻ്റെ ഒരു ഉപ്പാപ്പൻ്റെ മോനാണ്. ആമേൻ. ബോംബെ ദാദൂരിലിരിക്കുന്ന യൗനാനച്ചൻ. ആമേൻ സ്തോത്രം എൻ്റെ ഒരു ഉപ്പാപ്പൻ്റെ മോനാണ്. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ 4ാമത്തെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആമേൻ കൊടുത്തേക്കുന്ന സ്തോത്രം ഒരു അച്ഛനാണ്. എൻ്റെ അളിയൻ അച്ഛനാണ് ഓർത്തഡോക്സിലെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പെങ്ങളുടെ മോനും ഓർത്തഡോക്സിലെ അച്ഛനാണ്, പഞ്ചാബിൽ ശുശ്രൂഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അളിയൻ അച്ഛൻ മല്ലപ്പള്ളിയിൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ആമേൻ സ്തോത്രം, ഇവരുടെ ഇടയിലൊക്കെ നിന്നാൽ ഞാൻ ഈ കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. സത്യം ഇതായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മയ്ക്കും ഒരു ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജനിച്ച ശേഷം 6 സഹോദരിമാരെയാണ് എൻ്റെ അമ്മ പ്രസവിച്ചത്. അങ്ങനെ 7 പേര്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത എന്നെയും ഗർഭം ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. കൊച്ചു കുടുംബമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. 10 പിള്ളേരുള്ള വീടാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നത് ഗർഭം ധരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എനിക്കറിയത്തില്ല, അമ്മ പറഞ്ഞു, ഈ വയറ്റത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ആമേൻ, ഇനിയും ലഭിക്കുന്നത് ഒരു ആൺകുഞ്ഞാണ്, ഇവനെ ഞാൻ അങ്ങ് അച്ഛനാക്കിയേക്കാം. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ ഞാൻ 3 പിള്ളേരുടെ അച്ഛനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ ഇടയിൽ ആത്മീയ ശുശ്രൂഷകർ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞതിന്റെ ദേശത്ത് ഇങ്ങനെ ആയിരിക്കും സാഹചര്യം. പത്തനംതിട്ടയിലായിരുന്നു എൻ്റെ വീട്. എൻ്റെ ജന്മസ്ഥലം പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിനടുത്ത് മാക്കാൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ സഹോദരിമാരെ ഒത്തിരി സ്വത്ത്, ഞങ്ങൾക്ക് ഒത്തിരി സ്വത്തുണ്ട്. സ്വത്ത് വെച്ചാൽ ഒത്തിരി സ്വത്ത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സഹോദരിമാരെയൊക്കെ ഈ നിങ്ങളൊന്ന് വിചാരിക്കണം, 6 പെണ്ണുങ്ങളെയൊക്കെ കെട്ടിച്ചു പിന്നെ കുറച്ച് സ്വത്ത് മതിയോ? മതിയോ? അപ്പൊ എൻ്റെ പിതാവ് ആ പ്രായമായപ്പോൾ ആരെയും പ്രായം കഴിയുന്നതിന് മുമ്പ് എന്തോടത്തുന്നറിയാം, ഓരോരുത്തരെ സ്വത്ത് കുറച്ചൊക്കെ വിറ്റ് എന്തോടുത്തു, എല്ലാവരെയും കെട്ടിച്ചയച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ആയിരുന്നപ്പം സ്തോത്രം അപ്പച്ചൻ്റെ എൻ്റെ പിതാവിൻ്റെ ഒക്കെ ആഗ്രഹം, ഈ ഒത്തിരി കൂസത്തുള്ളവർക്ക് ഒത്തിരി കൂസത്തില്ലെങ്കിൽ അവർക്ക് ഉറക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഈ ആന വെലിഞ്ഞാൽ എരുത്തിൽ കെട്ടാൻ പറ്റത്തില്ല. സ്തോത്രം. ആന വെലിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ പുറത്തല്ല കെട്ടാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഈ സാഹചര്യത്തിൻ്റെ മുഖത്ത് സ്തോത്രം പത്തനംതിട്ടയുള്ള എൻ്റെ സ്ഥലം വിറ്റിട്ട്, ഞങ്ങളുടെ സ്ഥലം വിറ്റിട്ട് കുമ്പളാമ്പലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന സമയത്ത് ഈ യാക്കോബ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയില്ല. സ്തോത്രം. ഒന്ന് ഈ മൈലപ്രകാരം പാച്ചൻ്റെ പള്ളി വരണം, ഇല്ലെങ്കിൽ വടശ്ശേരിക്ക് അപ്പുറത്ത് പോകണം. സ്തോത്രം. ചുറ്റുപാടുള്ള പ്രിയപ്പെട്ടവരൊക്കെ മാർത്തോമക്കാരൻ. കൃപയാൽ ഇവർ ഞങ്ങളെ മാർത്തോമ പള്ളി കൊണ്ടുപോയി. ഞങ്ങളങ്ങ് മാർത്തോമ ചേർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു മാർത്തോമക്കാരനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. സത്യം പറഞ്ഞ മാർത്തോമയിലായ വലിയ ഉപകാരം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ ദൈവവചനമൊക്കെ പഠിക്കാനും ക്രമീകരിക്കാനും ഒക്കെ എൻ്റെ ജീവിതം സഹായിച്ചു. മാർത്തോമയിലെ പല വർഷങ്ങളിൽ ആത്മായ ശുശ്രൂഷകരായിട്ട് ശുശ്രൂഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രകാലെ പറയാം എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഈ ദൈവകൃപയിലൊക്കെ എത്തിച്ചു വരണം. സ്തോത്രം. അപ്പോഴും എൻ്റെ അമ്മച്ചി വിശ്വാസത്തിൽ വന്നിട്ടില്ല. 82ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ എൻ്റെ കൈകീഴെ സ്തോത്രം പമ്പയാറ്റി സ്നാനം. 4 വർഷം എന്നോട് ദൈവത്തെ ആരാധിച്ചു. 86ാമത്തെ വയസ്സിൽ എൻ്റെ ചർച്ചിൽ ആദ്യം മരിക്കുന്നത് എൻ്റെ അമ്മയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആകെ ഞങ്ങളുടെ ചർച്ചിൽ മരിച്ചിട്ട് 2 വല്യമ്മമാരെ മരിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചെറുപ്പക്കാരൊന്നും മരിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ചപ്പാലും എങ്ങനെയും ജീവിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. രാമൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് അവിടെ ഇരിക്കുന്ന എല്ലാം വല്യമ്മമാരെ നല്ല നല്ല ചെറുപ്പക്കാർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്ത് അപ്പം ഈ അച്ഛന്മാരുടെ അമ്മയൊക്കെ അല്ലേ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല. സ്തോത്രം. എൻ്റെ 2ാമത്തെ മകനെ പ്രസവത്തിനായി എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് പോയിരിക്കുകയാണ്. എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മോളുണ്ട്, മൂത്തത് മോളാ. സ്തോത്രം. ഞാൻ പറഞ്ഞു, അമ്മേ കുഞ്ഞൊക്കെ ഇരിക്കുന്നേ. എന്നോട് പറഞ്ഞു, എന്നെ കൊണ്ട് നിന്റെ വചനം നോക്കാൻ. സ്തോത്രം. ഞാൻ വിചാരിച്ചു ചുമ്മാതായിരിക്കും. പുള്ളിക്കാരി സ്തോത്രം ആന വേണമെന്ന് വഴങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തോ ചെയ്യാൻ ഒത്തിനെ കളയാൻ പറ്റും. സ്തോത്രം. ഞാൻ എന്തോടത്തുന്നറിയാം, ഞാൻ കൊച്ചുങ്ങളെ നോക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടേ പറഞ്ഞു വരുന്നത്. ഞാൻ എന്തോടത്തുന്നറിയാം, കൊച്ചിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് സ്തോത്രം ഡ്രസ്സൊക്കെ ചെയ്യിച്ച് 2 ജോഡി സ്തോത്രം തുണി എടുത്തിട്ട് ബാഗിനകത്തോട്ട് വെച്ച് ഒരു കുപ്പി പാലും എടുത്ത് ഗ്ലോറി പ്രൈസ് ദി ലോർഡ് തോളയിലോട്ട് എടുത്തിട്ട് സുഖമായിട്ട് സ്തോത്രം കൊച്ചിനെ കൊണ്ടുപോയി. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ ഈ കൊച്ചിനെയൊക്കെ വളർത്തി ശുശ്രൂഷയൊക്കെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ചിലർക്ക് ഈ കൊച്ചുങ്ങളെ വളർത്തുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. സ്തോത്രം. പിള്ളേർ തുമ്മി അവിടെ ഇന്റർനെറ്റിൽ നോക്കുമ്പോൾ തുമ്മിയുടെ കാരണം
ഞങ്ങൾ എന്താ പറയാ, എന്റെ കുഞ്ഞെ എന്തുകൂടെ തുമ്മി നിന്റെ പനി കവപ്പെട്ടെല്ലാം പോട്ടെന്ന് പറയും. ഞാൻ എന്തോടുത്തു എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ആമേൻ സ്തോത്രം. കൊണ്ടുപോയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ടർക്കി എടുത്ത് വിരിച്ചു. അതിന്റെ മണ്ടയിൽ ആമേൻ സ്തോത്രം കുഞ്ഞിനെ കിടത്തുന്ന ആമത്തെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കുഞ്ഞിനെ എന്റെ പുറകിലോട്ട്, ഇപ്പൊ കൊച്ചന്റെ പുറകിലോട്ട് വിചാരിച്ചോണം, അസ്യൂം ചെയ്യണം, പുറകിലോട്ട് കിടത്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. അതവിടെ കിടന്നുറങ്ങി. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്ന് എന്തോടുത്തു കൊച്ചു ഉണരാൻ നേരത്തെ കുപ്പിയുടെ അകത്ത് ഇങ്ങോട്ട് തുറന്നു കൊടുത്ത് കൊച്ചിന് പാല് കൊടുത്തു. കൊച്ചു സുഖമായിട്ട് അവിടെ കിടന്നുകൊണ്ട് എന്തോടുക്കുന്നു, ആ പാല് കുടിക്കുന്നു. ആമീ അപ്പം പ്രസംഗിക്കുന്നു കേട്ടോണ്ട്. എന്റെ മകന് ആമൻ 18 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. ആമീ സ്തോത്രം. ചിറ്റാറിൽ എന്റെ ദൈവസഭ ശുശ്രൂഷയാണ്. ശക്തമായ ദൈവദൂത് പറയും. നിങ്ങളെ തൊട്ട് വേണേ ആമീ സ്തോത്രം കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ തന്നെ നല്ലവണ്ണം ഗിറ്റാർ നല്ല അവൻ പല കൺവെൻഷൻ സ്റ്റേജിൽ പോയി വായിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ മൂന്നാമത്തവൻ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവൻ കൊയർ ലീഡർ. പ്രൈസ് ദി ലോർഡ്. അല്ല നല്ലവണ്ണം പാടും. ഇപ്പൊ ഞങ്ങളുടെ കൺവെൻഷൻ ജനുവരി മാസം 7 മുതൽ 11 വരെ എന്റെ സ്വന്തം ദേശത്താണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന പരദേശത്തു നല്ല സ്വന്തം ദേശത്താണ് ഞാനായിരിക്കുന്ന. ഞാൻ കൊച്ചു വരുത്തിച്ചെന്ന് വളർന്ന എന്റെ സ്വന്തം ദേശത്ത് ഞാൻ ശുശ്രൂഷിക്കും. എന്റെ നാട്ടുകാരൊക്കെയാ ആമീൻ സ്തോത്രം. എന്റെ കൺവെൻഷൻ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും, മാർപ്പാമക്കാർ, യാക്കോബർ, ഹിന്ദുക്കൾ, ഒത്തിരി ഹിന്ദുക്കൾ വരും. കുണ്ട്രയിൽ എന്റെ ചർച്ചയിലോട്ട് 40% മേൽ ഹിന്ദുക്കളാണ്. അവൻ പ്രിയ ദൈവമക്കളെ, ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ 10 മന്ത്രവാദി ഉണ്ടായിരുന്നു. പഴയ കാലമാണേ. ഈ മന്ത്രവാദത്തിന് ഒത്തിരി പേര് എന്തോടൊപ്പം അറിയാമോ? ആമീൻ സ്തോത്രം. നെയ്യ്, അവൻ പാലാദിയായ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു ദിവസം ആമീൻ സ്തോത്രം എന്തോടൊപ്പം പൂജയ്ക്ക് കൊണ്ടുവരുന്ന നെയ്യ് അവൻ ഈ മന്ത്രവാദി വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു. ഈ പൂച്ച എന്ന് പറഞ്ഞാൽ കുപ്പി തന്നെ പൂച്ചയാണ് എന്തോടുത്തു ഈ നെയ്യ് ആമീൻ സ്തോത്രം പൂച്ച നാക്കി നിലത്തിട്ട് എന്തോടുത്തു കുപ്പി പൊട്ടിച്ചു. സ്തോത്രം. ഇപ്പൊ പൂജയ്ക്കുള്ള നെയ്യ് പോയല്ലോ. മന്ത്രവാദി എന്തായിരുന്നാലും ഓർമ്മ നെയ്യൊക്കെ സംഘടിപ്പിച്ച് പൂജയൊക്കെ നടത്തി. അവൻ അടുത്ത ദിവസം മുതൽ ഈ മന്ത്രവാദി ഈ ആരെങ്കിലും ഈ പൂജയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ പൂച്ച പിടിച്ചു കൊട്ടയ്ക്കാത്ത ഒരു അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പം മന്ത്രവാദി അങ്ങ് മരിച്ചു. പിള്ളേരുടെ കാലത്ത് വന്നപ്പോഴും ആദ്യം ചെയ്യുന്ന കർമ്മം പൂച്ച പിടിച്ചു കൊട്ടയ്ക്കാത്ത. ബ്രദറെ, ഇതും മന്ത്രവാദമായിട്ട് യാതൊരു ബന്ധമില്ല. ഉണ്ടോ? പക്ഷെ അപ്പൻ എന്തോടുത്തു ചെയ്ത പൂച്ച പിടിച്ച് ഇതൊന്നും എന്തോനാണെന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ പൂച്ച പിടിച്ച് കൊട്ടക്കയിൽ കിട്ടും ആമീ സ്വത്രം. പിന്നെ അവര് പൂജാകർമ്മങ്ങൾ തുടങ്ങി എന്ന് പറയുന്ന പോലെ എനിക്കിപ്പോ ഈ പിള്ളേരുടെ കരച്ചിൽ കേട്ടില്ല. വേഗത്തിൽ പോകാൻ നമുക്ക് അല്ലേ? അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല ആമീ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ എന്തായിരിക്കണം? യഹോവയെ സേവിക്കണം. ഒരു മിഷണറി കുടുംബം. ഞാൻ പറയാം ചുമ്മാ വെറും ഒരുമാതിരി അലമ്പ് പിടിച്ച വിശ്വാസിയായിട്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെ എന്റെ വിശ്വാസിയെ പഠിപ്പിക്കും. അലമ്പ് പിടിച്ച വിശ്വാസിയായിട്ട് ജീവിക്കാൻ പഠിക്കും. നീ ജീവിക്കുന്നെങ്കിൽ ദൈവ ജീവിക്കുന്ന നിലത്തോടെക്കണം. ആമേ. ഞങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ മുസ്ലിങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ആമേ ജാതിയിൽപ്പെട്ടവരും ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈ പ്രാണജാതി കുറവര് അങ്ങനെയൊക്കെയുള്ളവരെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കൊച്ചിനെ കാണാതെ പോയി. ഒരു കൊച്ചിനെ കാണാതെ പോയി. വലിയ വിഷയം. പോലീസിൽ പരാതി കൊടുത്തു. ആമേ സ്തോത്രം. പലയിടത്തും ഇങ്ങനെ തിരക്കിയാണ്. ഈ ഒരു കുറവ സമുദായത്തിൽപ്പെട്ട സഹോദരി കാര്യമാണ്. അവർ പറഞ്ഞു തോന്നുന്നു സ്തോത്രം. അവർ പറഞ്ഞൊരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യും. ഞങ്ങളുടെ വീട്ടുപേര് കുറുങ്ങാട്ടെന്ന വീട്ടുപേര്. കുറുങ്ങാട്ടെ വാപ്പാസോട് പോയി ചോദിച്ചു കൊച്ചോടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജാതികൾക്ക് പോലും അറിയാം നിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ നീ 2 അന്യഭാഷ പറഞ്ഞ് ചിരിക്കാൻ നോക്കാം. ജാതികളെ നിന്നെ കണ്ടു പറയണം. സമൂഹം നിന്നെ കണ്ടു പറയണം. പോരുന്നതിന് ഒരാഴ്ച മുമ്പ് ആമീൻ സ്തോത്രം ഹല്ലേലൂയ അതേ സമുദായത്തിൽപ്പെട്ട ഒരു പയ്യൻ 1 മാസമായിട്ട് ഉറക്കമില്ല. രാത്രി കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. ആമീൻ സ്തോത്രം ഹല്ലേലൂയ. അവന്റെ അപ്പൻ ഞാനിപ്പോൾ കുണ്ടറയ്ക്ക് പ്രാർത്ഥിക്കുവാൻ ഇറങ്ങാം. ആമീൻ സ്തോത്രം. എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കേൾക്കില്ല. ഉടനെ നിന്നോട് പാസ്റ്റർ ഇന്നോടൊക്കെ കാര്യം ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ വിളിച്ചാൽ തോളത്തോട്ട് കൈയിട്ടു വേദനകളൊക്കെ ചോദിച്ചു. സ്തോത്രം സ്തോത്രം. വിറ്റത്തിരിക്കുന്നേ അവിടെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല. അവർ നിന്നോട് പൊക്കോളമാണ് വിളിച്ചു പറയട്ടെ. ഇന്നത്തെ ദിവസം വേദന വേണ്ടി
നിന്റെ കൈ തൊട്ടാൽ ഇതുകൊണ്ട് യാത്ര പ്രസിദ്ധനൊന്നുമല്ല. സാധുവായ ദൈവദാസൻ അത്രയും നമുക്ക് മനസ്സിലായി. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ പത്രോസും യോഹന്നാനും ചെന്നിട്ട് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ കൈ കൊടുത്തു. നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കായെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കരങ്ങളോടൊരു സാധനം വിശ്വസിക്കുന്നു. നരിയാണികളെ ഉറപ്പിക്കുന്നു. നിങ്ങൾ ആള് മാറണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആള് മാറണം. നിങ്ങൾ ദൈവത്തിന്റെ വിശ്വസ്തരായി തീരണം. ദൈവത്തിന്റെ വിശ്വസ്തരായി തീരണം. ദൈവത്തിന്റെ പ്രവൃത്തി ആരെ തീർന്നു പോയിട്ടില്ല. നിങ്ങൾക്കുള്ളതിനെ കെട്ടിക്കിടക്കുന്നു. ആരിത് ചെയ്യുമെന്നും പറഞ്ഞ് കെട്ടിക്കിടക്കുന്ന പ്രവൃത്തികൾ ഇന്ന് പകൽക്കാലം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ അടിയനീതാ യെശയ്യാവ് കൊടുത്തതുപോലെ അടിയനീതാ യഹോവേ എന്നെ അയക്കണമേ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞാൽ നിന്റെ നാവിന് ഒരു തീക്കട്ട നിന്റെ നാവിന്മേലൊരു തീക്കട്ട കൊണ്ട് ആത്മാവിന്റെ ശുദ്ധീകരണം വരുത്തി രാജ്യങ്ങളെ കൊണ്ട് ദേശങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാൻ ശക്തനായ ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമായി ജീവിക്കുന്നു. വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾ വേഗത്തിൽ പോകാം. ഒരു വാഗ്ദത്ത യുഗം തുറന്നിരിക്കുമ്പോൾ തന്നെ മറന്നുപോകാൻ സബ്ജക്റ്റിലൂടെ കയറിയോ. ഒരു വാഗ്ദത്ത യുഗം തുറന്നിരിക്കുമ്പോൾ തന്നെ ഒരു ന്യായപ്രമാണ യുഗം. ആമേൻ സ്തോത്രം. പുറപ്പാട് പുസ്തകം 19 നമുക്ക് തുറക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ ന്യായപ്രമാണ യുഗം നിൽക്കുമ്പോൾ തന്നെ വാഗ്ദത്ത യുഗം നിൽക്കുന്നു. എന്തോ നിൽക്കുന്നു? വാഗ്ദത്ത യുഗം നിൽക്കുമ്പോൾ തന്നെ ന്യായപ്രമാണ യുഗം നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ന്യായപ്രമാണ അപ്പോസ്തല പ്രവൃത്തി 2 വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ 2 കൊണ്ട് ന്യായപ്രമാണ യുഗം അടുത്തത് ദൈവത്തിന്റെ സഭയാണ്. പത്രോസിനോട് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ സഭ പണിയുന്ന മനുഷ്യനല്ല, സഭ പണിയുന്ന ദൈവം. സഭ പണിയുന്ന പാസ്റ്റർമാരല്ല, സഭ പണിയുന്ന മെത്രാച്ചന്മാരല്ല, ദൈവം. സഭ പണിയുന്ന അച്ഛന്മാരല്ല, ദൈവം. ഞാൻ കർത്താവ് പറഞ്ഞു, ഞാൻ ആര്? യേശു തന്റെ സഭയെ പണിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാക്കാൻ കഴിയുന്നോ? അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം. നിങ്ങൾ നോക്കണേ, ഈ സഭായുഗം തുടങ്ങുമ്പോൾ ആമേൻ സ്തോത്രം ഒന്ന് നിപ്പുണ്ട്, വാഗ്ദത്തം നിപ്പുണ്ട് അല്ലേ? ആമേൻ ന്യായപ്രമാണം അടഞ്ഞു. സഭായുഗം തുറന്നതോടുകൂടെ എന്തോ അടഞ്ഞു? ന്യായപ്രമാണ യുഗം അടഞ്ഞു. പക്ഷെ വാഗ്ദത്തം ഇപ്പൊ വാഗ്ദത്തവും സഭായുഗവും ഒരുമിച്ച്. ഈ വാഗ്ദത്തം ദൈവരാജ്യം വരെ നിലനിൽക്കും. സഭായുഗം കഴിഞ്ഞാൽ അടുത്തത് ദൈവരാജ്യം. എന്റെ കർത്താവ് അവൻ ഈ ഭൂമിയെ ഭരിക്കാൻ 1000 സംവത്സരം ഇറങ്ങി വരും. അവനോട് ഇവിടെ രാജാക്കന്മാരായിട്ട് ഇരിക്കേണ്ടി വരാം. നല്ല പിടി കിട്ടി. ഇവിടെ ഇപ്പൊ അല്പം ഉറങ്ങിയും തൂങ്ങിയൊക്കെ ഇരുന്നാൽ അത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാ, എനിക്കറിയാം. അവന്റെ കൂടെ രാജാക്കന്മാരെ പോലെ ഇരിക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രാജാക്കന്മാരെ പോലെ ഇരിക്കും. അതിന്റെ ഒരു ഗമയ്ക്കൊന്നിരുന്നേ സിസ്റ്റർ, ഇങ്ങനെ തൂങ്ങിയിരിക്കാൻ അല്ലേ? രാജാക്കന്മാർക്ക് എന്തോ ഉണ്ട്, ഒരു രാജകീയ ഗാംഭീര്യമുണ്ട് അല്ലേ? അമ്മീ സ്തോത്രം. ശേബാരാജ്ഞിയോട് ചോദിച്ചേ ശാലോമോനെ കുറിച്ച് അവള് പറയും. സ്തോത്രം. അവളുടെ കാര്യം പറഞ്ഞു, അയ്യോ സ്തോത്രം, ഞാനൊരു കേൾവി കേൾക്ക മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ കേട്ടതുപോലൊന്നും ഇവനെ കണ്ടപ്പം അവന്റെ ആലയത്തിലേക്കുള്ള വരവും അവന്റെ ഭൃത്യന്മാരുടെ നിൽപ്പും ഇതൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരി അമ്പലം
സ്തോത്രം. എന്നാൽ മത്തായിയുടെ സുവിശേഷം ഇതാ ശലോമോനിലും വലിയവൻ. Praise the Lord. Praise the Lord. 68-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഞങ്ങൾ അവന്റെ എഴുന്നള്ളത്ത് കണ്ടു. Praise the Lord. എന്തെടുത്തു? ഞങ്ങളുടെ ദൈവവും രാജാവുമായവന്റെ എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിന്നിൽ നടന്നു, തപ്പു കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഓ, രാമീൻ പറഞ്ഞു, നമ്മുടെ തമ്പുരാന്റെ എഴുന്നള്ളത്തൊന്ന് ആത്മനേത്രം കൊണ്ട് സംഗീതക്കാരൻ 65 വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ അവന്റെ എഴുന്നള്ളത്ത് കണ്ടു. അവൻ നിസ്സാരക്കാരനൊന്നുമല്ല. അവൻ യേശു ക്രിസ്തു പറഞ്ഞതാ, ഇവിടെ ശലോമോനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ രാജാമൻ പ്രമുഖനും പ്രതാപിയുമായി ശലോമോനെ കണ്ടിട്ട് അവൻ ലോകം ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞത് അതിലും വലിയവനുണ്ട്. അവനെ കണ്ടുകൊണ്ട് സങ്കീർത്തനക്കാരനാക്കുന്ന ദാവീദ് വിളിച്ചു പറഞ്ഞു, അവന്റെ ഈ രാജ്യത്തേക്കുള്ള എഴുന്നള്ളത്ത് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ രാജാവും ദൈവമായ അവന്റെ എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ പറഞ്ഞു, എന്നോട് ചേർത്ത് സംഗീതക്കാർ മുമ്പിൽ നടന്നു. നമ്മളാരാ? കന്യകമാരാ. എന്തോ കന്യക തപ്പ് കൊണ്ടുന്നവൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെറ്റയിൽ ചുണ്ണാമ്പ് തേക്കുന്നവർ കൊട്ടല്ലേ എന്ന് ഞാൻ പലപ്പോഴും പറയും. സ്വത്രൻ നൽകരമാമി എന്ന കൈ തൂവാല വെച്ചിട്ട് ഇതൊക്കെ നിർത്തണം. ആമേ സ്വത്രൻ അവിടെ ചെന്നിട്ട് നല്ല വൃത്തിയായിട്ട് തപ്പ് കൊണ്ടിട്ട് പ്രൈസല്ലോ. ആമേ സ്വത്രൻ. ഇതിന്റെ ട്രെയിനിങ് നമുക്ക് ഇവിടെ വെച്ചാൽ കിട്ടണ്ടേ? അവിടെ ചെന്ന് കൊട്ടാന്ന് പറഞ്ഞിരിക്കരുത്, കൊട്ട് കിട്ടും. അതുകൊണ്ട് ഇവിടെ വെച്ച് എന്തെടുത്തോണം, കൊട്ടി മേടിച്ചോളാം. പ്രൈസല്ലോ. നല്ല രാമി പറഞ്ഞേ. പ്രൈസല്ലോ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേ സ്തോത്രം. നോക്കണമേ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആമേൻ. 1000 ആണ്ട് നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ വാഴണം. 1000 ആണ്ട് വാഴണം ഇവിടെ രാജാക്കന്മാരായിട്ട്. അവനാര്? അവന്റെ പേരെന്ത്? രാജാതി രാജാ. നമ്മളാര്? രാജാക്കന്മാർ. നമ്മള് രാജാക്കന്മാരായത് കൊണ്ടാണ് അവന്റെ പേര് രാജാതി രാജാവ്. എത്ര പേർക്ക് പിടികിട്ടി? അവൻ ജനിച്ചപ്പം ചോദിച്ച ചോദ്യം അറിയാം. ഇവിടെ എല്ലാരും ജനിച്ചിട്ട് രാജാവാകത്തേ ഉള്ളൂ. എലിസബത്ത് രാജ്ഞിക്ക് മക്കള് ജനിച്ചാൽ ഇവിടെ ജനിച്ചിട്ട് എന്തോ ആവും. ആരെ രാജാവാക്കണം പിന്നെ അവര് തീരുമാനിക്കും. പക്ഷേ അവന്റെ കർത്താവ് അങ്ങനല്ല, ജനിച്ചപ്പോഴേ രാജാവ്. വിദ്വാൻമാർ വന്ന് ചോദിച്ച ചോദ്യം കേട്ടോ, യഹൂദന്മാരുടെ രാജാവായി സ്തോത്രം. ഏതോമിനാകുന്ന ഹേരോദാവ് കേട്ടിട്ട് സംഭ്രമം പിടിച്ചെന്നാ വേദവസത്തിൽ എഴുതി വെച്ചേക്കുന്നത്. എടാ, ഞാൻ ഈ രാജ്യത്തിരിക്കുമ്പോ വേറൊരു രാജാവ് ജനിച്ചെന്നോ? ആമീ സ്തോത്രം. ഞാനാണ് കൈസർക്ക് ഇത്രത്തോളം കാശ് കൊടുത്ത് ആമീ ഹല്ലേലൂയ ചൂട് പരിപാടി ഒപ്പിച്ച് രാജാവായിട്ട് ആ സ്ഥാനത്ത് വേറൊരുത്തൻ രാജാവായി ജനിച്ചെന്ന് ഇത് കേട്ടപ്പോൾ തിരുവചനത്തിൽ എഴുതി ഹേരോദാവും യഹൂദജനമൊക്കെയും ഭ്രമിച്ചു. അപ്പൊ നമ്മുടെ രാജാവ് ജനിച്ചപ്പോഴേ ജനങ്ങൾക്ക് ഭ്രമം പിടിച്ചു. രാമൻ പറഞ്ഞില്ല. സ്തോത്രം, സ്തോത്രം. നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ കൃപായുഗം നിലനിൽക്കുന്നു അല്ലെ? എന്തോ നിലനിൽക്കുന്നു? കൃപായുഗം നിലനിൽക്കുന്നു. ആമേൻ. ന്യായപ്രമാണം അടഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം എവിടെ വരെയെന്ന് നിങ്ങളെ വായിപ്പിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രം. എടുത്താട്ടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. സകല പ്രവാചകന്മാരും കേട്ടോണം, സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. എവിടെ വരെയാണ് ന്യായപ്രമാണം? എവിടെ വരെയാണ്? അപ്പൊ നിങ്ങൾ ഇനി സ്തോത്രം, ഞാൻ പ്രസംഗത്തിന്റെ ഇച്ചിരി സ്റ്റെപ്പ് താത്തിട്ട് സ്റ്റഡിയിലോട്ട്. ന്യായപ്രമാണം എവിടെ വരെയെന്ന് ഇനി ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയണം. എവിടെ വരെ ആയിരുന്നു? സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പിന്നെയും നമുക്ക് കാണാം. റോമാലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. റോമാലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കേണ്ടതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. സ്തോത്രം. കണ്ടോ? ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ ക്രിസ്തു. അടുത്ത ഒന്നുകൂടെ വായിച്ചു. നിങ്ങൾ കുറിക്കേണ്ടവർ കുറിച്ചോണം, വരയ്ക്കേണ്ടവർ വരച്ചോണം. പിന്നെ നാളെ എന്തെങ്കിലും പറയരുത്. പറയേണ്ടിയ പോലെ എന്തോ കാണാം എന്ന് പറയണം. അപ്പം പ്രവാചകന്മാരും
ആമേൻ സ്തോത്രം. യോഹന്നാനും പ്രവാചകന്മാരും ന്യായപ്രമാണം യോഹന്നാൻ വരെ പ്രവചിച്ചു. വേദപുസ്തകത്തിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് ആത്മാവിന്റെ വെളിപ്പാട് കണ്ടുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. തിരിച്ചറിഞ്ഞോ? അപ്പോസ്തലനാകുന്ന പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-4 വാക്യം. പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം ആമേൻ സ്തോത്രം 8-4 വാക്യം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ, അവൻ എന്നുള്ളതിന്റെ അർത്ഥം യേശു. യേശു ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകയില്ലായിരുന്നു. മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഉപയോഗിച്ചു. ഓർമ്മയിൽ നിന്ന് പറഞ്ഞേ. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നെങ്കിൽ അവൻ ആരാകത്തില്ലായിരുന്നു? പുരോഹിതനാകത്തില്ലായിരുന്നു. 2, ക്രിസ്തുവിനോടുകൂടെ ന്യായപ്രമാണം അവസാനിച്ചു. അതിനർത്ഥം പൗരോഹിത്യം തീർന്നു. ന്യായപ്രമാണം എവിടെ വരെ പ്രവചിച്ചു? യോഹന്നാൻ വരെ. സ്തോത്രം. ഇപ്പോഴത്തെ നിങ്ങളാ പുരോഹിതന്മാർ. പത്രോസ് ശ്ലീഹ തന്റെ പ്രവചനത്തിൽ ആമേൻ സ്തോത്രം 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം എഴുതപ്പെട്ടിരിക്കുന്ന അറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. നിസ്സാരമല്ല. അന്ധകാരത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. അടുത്തത് ആരാ രാജകീയ പുരോഹിത വർഗം? പറ. അപ്പൊ ഇപ്പം വേദപുസ്തകത്തിൽ നിന്ന് തറപ്പിച്ചു മനസ്സിലായല്ലോ ആരില്ലെന്ന്. പുരോഹിതനില്ല. മനസ്സിലായില്ലേ? ഉണ്ടോ? സംശയം ഇപ്പൊ ചോദിക്കാം. നാളെ ഇനി അവരോട് പറഞ്ഞു. ഞാൻ പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ഒരുപോലെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കാൻ ചാടി എഴുന്നേക്കരുത്. പ്രസംഗത്തിന് ഭംഗം ഉണ്ടാവും. ലാസ്റ്റ് വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പം ചോദിക്കണം, സ്തോത്രം പാസ്റ്റർ പുരോഹിതനില്ലേ ചോദിക്കണം. ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ ന്യായപ്രമാണം തീർന്നതോടുകൂടെ പൗരോഹിത്യം തീർന്നു. എടുക്കാം. ആമേൻ സ്തോത്രം. എബ്രായ ലേഖനം 7-ാം അധ്യായം 11-ാം വാക്യം. ലേവ്യ പൗരോഹിത്യം സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴിലല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചു. ഇവരുടെ എല്ലാവർക്കും ഈ മോനെ കുഞ്ഞെന്ന് വിളിക്കുന്നതിന്റെ അനിയന്റെ ഈ നേരക്ക് അത്രയും പ്രായമുള്ളതുകൊണ്ട് ഇങ്ങനൊക്കെ വിളിക്കുന്നത്. എടുത്തോ. സ്തോത്രം. എബ്രായ ലേഖനം 7-ാം അധ്യായം 11-ാം വാക്യം. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന്റെ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. ആരുടെ കീഴിൽ ആ ന്യായപ്രമാണം പ്രാപിച്ചത്? ലേവ്യ പൗരോഹിത്യത്താൽ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു നോക്കിയേ. ഇനി എന്നെ ശ്രദ്ധിക്കും. അതിനകത്ത് കണ്ണെടുത്തിട്ട് ലേവ്യ പൗരോഹിത്യം സമ്പൂർണമായെങ്കിൽ, പൂർണ്ണമായിരുന്നെങ്കിൽ എന്നാ എഴുതിയിരിക്കുന്നത്. ആമോ? നിങ്ങൾ വാങ്ങുന്നു പറ. തലയാട്ടല്ലേ എന്നാ എഴുതിയിരിക്കുന്നത്? ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. വന്നെങ്കിൽ അതിന്റെ അർത്ഥം ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നില്ല. ആമീൻ സ്തോത്രം. വന്നെങ്കിൽ അതിന്റെ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അടുത്ത വാക്യം. അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മറ്റൊരു പുരോഹിതൻ വരുവാൻ എന്തോ ഒരാവശ്യം. അടുത്തത് പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം. കേട്ടോ, വരയിട്ടും പൗരോഹിത്യം മാറി പോകുന്ന പക്ഷം. അപ്പൊ പൗരോഹിത്യം എന്തോ കൊടുക്കുന്നു? പൗരോഹിത്യം എന്തോ കൊടുത്തു? എന്തോ നിൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വേദപുസ്തകം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി.
പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ എന്തോടുക്കണം? ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരേണ്ടത് ആവശ്യം. അപ്പം പൗരോഹിത്യം ഉണ്ടെങ്കിലേ എന്തുള്ളൂ? സ്തോത്രം. അപ്പൊ യേശുവിനോടുകൂടെ ന്യായപ്രമാണം അവസാനിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? പൗരോഹിത്യം യേശു ക്രിസ്തുവിനോടുകൂടെ തീർന്നു. അവൻ എബ്രായ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ. ആമേൻ. 8-ാം അധ്യായം 4-ാം വാക്യം വായിച്ചതാ. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കാൻ കഴിഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ന്യായപ്രമാണത്തിന് ആമേൻ പ്രശ്നങ്ങൾ ഒക്കെ നോക്കാം നമുക്ക്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്തൊരാള് 3-ാം അധ്യായം 13-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. സഹോദരങ്ങളെ, സ്തോത്രം. ചെറുക്കൊരു കുഴപ്പമുണ്ടേ. സ്തോത്രം. ഞാൻ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ട്. അവിടെ വെച്ച് ഭയങ്കര കറ തീർത്ത ബന്ധക്കോസുകാരൻ. എവിടെ വെച്ച്? ദുബൈ വെച്ച്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ കറ തീർത്ത കാത്തോലിക്ക. സ്തോത്രം. ഇവരുടെ പേരാണ് കുഞ്ഞാടിന്റെ തോലിട്ട ചെന്നായി. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, യേശുക്രിസ്തു പുരോഹിതന്മാർക്ക് ചോദിച്ചിട്ടു, നീ വന്നിനാ ദൈവത്തിന്റെ പുത്രനോ ചോദിച്ചിട്ട് തമ്പുരാൻ എന്താ പറഞ്ഞു? ഞാൻ സ്തോത്രം. ഇവിടെ വരുമ്പോ എല്ലാവരുടെയും മുമ്പിൽ വിശ്വാസി, നാട്ടിൽ ചെല്ലുമ്പോൾ സമുദായക്കാരൻ. ഇത് നമ്മുടെ ജീവിതത്തിലാണ്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവനൊക്കെ ശാപത്തിന്റെ കീഴിലാണ്. ഇങ്ങോട്ട് നോക്കിയേ. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ആമേൻ ന്യായപ്രമാണം തീർന്നിരിക്കെ, ന്യായപ്രമാണത്തിന്റെ അവസാനം ക്രിസ്തു ആയിരിക്കെ, പിന്നെ പുരോഹിതന്മാരെയും ആമേൻ പള്ളിയും ന്യായപ്രമാണം പിടിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി പോകുന്നെങ്കിൽ അവൻ ശാപത്തിന്റെ കീഴിലാണ്. നോക്ക, തെറ്റിദ്ധരിക്കരുത്, എന്നെ സത്യം. എക്സാമ്പിൾ, ശാപത്തിന്റെ കീഴിലിരിക്കുന്ന വ്യക്തിയുടെ തലയെ പിടിച്ച്, ഓ കർത്താവേ ഇവനെ വിടുവിക്കണേ. എത്ര ഞാൻ വിടുവിക്കണം അല്ല, സ്വർഗത്തിൽ നിന്ന് ദൂത തലയെ കൈവച്ച് വിടുവിക്കണം എന്ന് പറഞ്ഞാലും ഈ കക്ഷി എന്തോ നിന്റെ കീഴിൽ ഇരിക്കുക. എന്ന് നീ ശാപത്തിന്റെ കീഴിൽ നിന്ന് പുറത്തു വരുന്നു, അന്ന് നിന്റെ വിടുതലിടുന്ന എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവരൊക്കെയും ശാപത്തിന്റെ കീഴിലാണ്. 13-ാം വാക്യം. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കും. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരം, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നല്ലോ. അടുത്തത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആമേൻ. ഇപ്പൊ നോക്കണേ, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശ്രദ്ധിച്ചേ, വന്നില്ല എല്ലാരും വന്നില്ല. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി യേശു ശാപമായി തീർന്നു. എന്തിന്? സ്തോത്രം. എടുത്താട്ട് ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 8 verse 3. ജഡത്താൽ ഉള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിലേക്ക് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മള് ഗലാത്യ ലേഖനത്തിൽ 3:13 വായിച്ചു, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എങ്ങനെ, എന്തിനവൻ ശാപമായി തീർന്നു? ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിന്. അപ്പൊ ന്യായപ്രമാണത്തിന് കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. ഇത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു സമുദായക്കാരൻ നേരത്തെ നിൽക്കുവോ? പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടിവരാ. സ്വോത്രം. നിങ്ങൾ ആച്ചാ അങ്ങനാണോ എന്ന് പറഞ്ഞ് പോരാനുള്ളവരല്ല. ഞാൻ എപ്പോഴും പറയാട്ട് വാസേ, ഈ മൂക്കം പാമ്പിന്റെ കുഞ്ഞാണ് സ്വോത്രം അല്ലേ?
ഒരല്പം മണ്ണരുതത്തോട്ട് വീഴാൻ വിവരം കാണിക്കും. എന്താ പറ്റും? സ്വത്രം കാണുമ്പം പാമ്പാ തോന്നും അല്ലേ? പക്ഷെ സാധനം വലിയ പാമ്പൊന്നുമല്ല, മൂക്കന്റെ കുഞ്ഞ. എടാ, നീ വന്നിനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞ കർത്താവിന്റെ മക്കളല്ലേ നമ്മള്? തന്റെ ഇടത്തോട് പറഞ്ഞു നമ്മുടെ അപ്പനായ ശക്തനായ, അവൻ ശക്തനായ ദൈവപുത്രനാണ്. നാം അവന് വേണ്ടി നിൽക്കുന്നു എന്ന് അവന്റെ നോട്ടം. അപ്പോഴാണ് നമ്മളൊരു പരുവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ തിരിച്ചറിയട്ടെ, യേശു ക്രിസ്തു അവൻ ശാപമായി തീർന്നത് എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ക്രിസ്തു തന്റെ പാപജടത്തിന്റെ, അവൻ യേശു ഭൂമിയിൽ വന്നപ്പോൾ പാപയായിട്ടല്ല, പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ചു. ദൈവത്തിന് സ്തോത്രം. എടുത്താട്ടെ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം, ആമേൻ സ്തോത്രം, 4-ാം അധ്യായം, ആമേൻ ഹല്ലേലൂയ, 4-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ടും നാം പുത്രപ്രാപിക്കേണ്ടത് തന്നെ. ഒരിക്കലൂടെ നമുക്ക് ഇത് ഭയങ്കര ടഫാണ് നിയമങ്ങൾ. പെട്ടെന്നൊന്നും പെട്ടെന്നൊന്നും ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. തിരിച്ച് നമുക്ക് ഒന്നുകൂടെ സ്തോത്രം റോമാലേഖനത്തിലോട്ട് ഒന്ന് വന്നേ. സ്തോത്രം എന്നാ എഴുതിയിരിക്കുന്നേ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ. അവരോട്ട് കൈവച്ചിട്ട് ഗലാത്യ ലേഖനത്തിലോട്ട് വന്നേ. സ്തോത്രം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, കാലസമ്പൂർണത വന്നപ്പോൾ, ഒന്ന് പറ, വന്നപ്പോൾ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം വായിച്ചു. ഇവിടെ എല്ലാം കൈവെക്കണം, തിരിച്ചു വരണം, ഇതിലെല്ലാം വരണം. കാലം തികഞ്ഞു, ദൈവരാജ്യം സ്തോത്രം. ഇനി വന്നേ, 3 ചേർക്കാൻ പോവാ. ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിനെ, സ്തോത്രം, കാലസമ്പൂർണത വന്നപ്പോൾ, ആമേൻ സ്തോത്രം, സുവിശേഷകനാകുന്ന മർക്കോസ് പറയുന്നു കാലം തികഞ്ഞു. തിരിച്ചു ഗലാത്യയിൽ പോ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴെ ജനിച്ചവനായി. അപ്പൊ ക്രിസ്തു എവിടാ ജനിച്ചേ? സ്തോത്രം. ന്യായപ്രമാണത്തിന്, ഇത് ന്യായപ്രമാണം എന്ന് വെച്ചോ, ന്യായപ്രമാണത്തിന്റെ കീഴെ ജനിച്ചവനായി 1 നിയോഗിച്ചു, 2 അയച്ചു. സ്തോത്രം. നിയോഗിച്ച്, അങ്ങനെ എഴുതിയിരിക്കുന്നത് അല്ലേ? നിയോഗിച്ച് അയച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങണം. മനസ്സിലായോ? പൗരോഹിത്യ ബന്ധനത്താൽ കുടുക്കപ്പെട്ട് കിടക്കുന്നതിനെ ഒക്കെ വിലക്ക് വാങ്ങാൻ. അവൻ പൗരോഹിത്യം നിലകൊള്ളുന്നത് ന്യായപ്രമാണത്തിലാണ്. അവൻ സഭായുഗത്തിൽ പൗരോഹിത്യമില്ല. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകയില്ലായിരുന്നു. ക്രിസ്തുവിനോടുകൂടെ ന്യായപ്രമാണം തീർന്നു. അവൻ ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു. വന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ അനുഗ്രഹിത പകൽക്കാലം സഭയിൽ പുരോഹിതന്മാരില്ല. സഭയിൽ ആരാണുള്ളത്? പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. ഇതെല്ലാം പിന്നെ തിരിഞ്ഞു വരണം, കൈമാറ്റരുത്. ആമേൻ. വേണേ 2 പേരോട് വെച്ച് കുടിപ്പിച്ചു. എന്നെ കേൾക്കുന്ന ഈ മക്കളെ, 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ സഭയിൽ ചിലരെ, യേശു സഭയിൽ ചിലരെ, ആമേൻ ഹല്ലേലൂയ, മെത്രാച്ചന്മാരായും
ആമീൻ സ്തോത്രം. ചിലര് എറമ്പാച്ചന്മാരായും ചിലര് അച്ഛന്മാരായും ചിലര് ഷമ്മാശന്മാരായും ചിലര് അൽമായന്മാരായും. നിയമിച്ചോ? പറഞ്ഞേ, നീ തമ്പുരാൻ നിയമിച്ചില്ല. തമ്പുരാൻ എന്നാ നിയമിച്ചേ? നിങ്ങളൊക്കെ പറയാമല്ലോ റോമിലിരിക്കുന്ന അപ്പോസ്തലനാണ്. എന്നാ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ എടുത്തേ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 12:12. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2:12 അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുത. അവിടെ നിർത്തണം. അപ്പോസ്തലന്റെ ലക്ഷണമുണ്ടെന്ന് അപ്പോസ്തലൻ. ഇങ്ങോട്ട് നോക്ക്. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 12:12. അപ്പോസ്തലൻ ചില ലക്ഷണം മനസ്സിലായോ? അപ്പോസ്തലന് ലക്ഷണങ്ങളുണ്ട്. ഇങ്ങോട്ട് നോക്കാം. അതിനകത്ത് തന്നെ നോക്കാം. നിങ്ങളുടെ എനിക്ക് ഫേസ് എന്നാലും എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോസ്തലന് അവനെ കാണുമ്പോൾ ജനം പറയുക അപ്പോസ്തലൻ. സ്തോത്രം. മൂപ്പനുസരിച്ച് പോലീസ് ഏഡാകുന്ന പോലെ ഏഡ് അഡീഷണൽ എസ് ഐ ആകുന്ന പോലെ ആക്കുന്നതല്ല അപ്പോസ്തലൻ. ഗ്ലോറി പറഞ്ഞു. ചിലരൊക്കെ പണങ്ങിയതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ സ്വത്രം. സാധാരണ ലോക്കൽ പോലീസ് കുറച്ച് കഴിയുമ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ആവും. സ്വത്രം. ഹെഡ് കോൺസ്റ്റബിൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അഡീഷണൽ എസ് ഐ ആവും. അഡീഷണൽ എസ് ഐ മൂത്ത എസ് ഐ ആവും. അതുകൊണ്ട് ഇതല്ല അപ്പോസ്തലൻ. അപ്പോസ്തലന്റെ ലക്ഷണം എന്താ? അപ്പോസ്തലൻ പൂർണ്ണ സഹിഷ്ണുത. 2 അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവത്തിന്റെ വീര്യപ്രവർത്തികളാലും ജനത്തിനിടയിൽ വെളിപ്പെട്ട് ജനം പറയണം ഇദ്ദേഹം അപ്പോസ്തലനാണ്. Praise the Lord. Praise the Lord. അങ്ങനെ 10 അപ്പോസ്തലന്മാര് ഈ UK ഉണ്ടായിരുന്ന എപ്പോ ഇവിടെ ചിലരൊക്കെ തെറിച്ച ചോദിച്ചു. ഗ്ലോറി ഗ്ലോറി. കിട്ടുന്നോ? സ്വതന്ത്രം. മറക്കരുത്. ആമേൻ. വേദപുസ്തകം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. ആമേൻ. ഇന്ന് സമുദായം എന്ത് പഠിപ്പിച്ചാലും സമൂഹം എന്ത് പഠിപ്പിച്ചാലും ഈ തിരുവചനം ആധികാരികമായി വളരെ വ്യക്തമായും എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നു. ഓരോരുത്തർക്കും അതിൻ്റെതാകുന്ന ലക്ഷണമുണ്ട്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. അപ്പോസ്തലനാകുന്ന പൗലോസ് ഒരു ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിച്ചു. 1 കൊരിന്ത്യർ 14:3 പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. സ്വതന്ത്രം. ബന്ധനമുണ്ട്. അത് സ്വതന്ത്രം. ഇതിലെയാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന എന്ന പ്രവാചകൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ. UK ആസ്ട്രേലിയക്ക് പറക്കുന്ന കാണുന്നു എന്ന് പറയുന്നതല്ല പ്രവചനം. ആത്മീയ വർധന വരുത്തുന്ന പ്രവചനം. സഭ ആത്മീക സഭയ്ക്ക് സമാധാനം ഉണ്ടായി, ജനങ്ങൾക്ക് ആത്മീയ വർധന വന്നു. മനസ്സിലാക്കാൻ കഴിഞ്ഞു? അപ്പൊ അപ്പോസ്തലൻ ലക്ഷണമുണ്ട്, പ്രവാചകനും എന്തുണ്ട്? നിങ്ങൾ ചൊവ്വിന് വിവേചിക്കണം പ്രിയപ്പെട്ടവരെ. ചുമ്മാ കാണുന്നവരെല്ലാം കാണുന്നതല്ലേ. ഞാൻ പലപ്പോഴും ആമേൻ സ്തോത്രം എന്റെ ആയിരിക്കുന്ന സമൂഹത്തിലും പ്രിയപ്പെട്ടവരോട് എന്നെ കൺവെൻഷൻ വിളിക്കുന്നവർക്ക് കൂട്ടായ്മയിൽ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ചുമ്മാ കർത്തവാന്റെ വെള്ളയെടുപ്പിട്ട് അവനെ പാസ്സാക്കും. നിങ്ങൾക്ക് വിടാം ഒരു കർത്തവാന്റെ വെള്ളയെടുപ്പിട്ട് മീശ പഠിച്ചല്ലെങ്കിൽ നിങ്ങളെ എന്താ വിളിക്കും? സ്തോത്രം. അതുകൊണ്ടായിരിക്കും ബ്രദർ പഠിക്കാതിരിക്കുന്നത്. യാഗപീഠത്തിന് 5 മുഴം നീളം, 5 മുഴം വീതി, 3 മുഴം പൊക്കം. യാഗപീഠത്തിന് അല്ലേ? സ്തോത്രം. ഈ യാഗപീഠത്തിന്റെ അകത്ത് സ്തോത്രം ശ്രദ്ധിച്ചോണം. പ്രൈസലോ. നമ്മളെല്ലാരും യാഗം കഴിക്കാൻ വിവിധങ്ങളാകുന്ന വിഷയത്തിന്റെ മുഖത്ത് യാഗം കഴിക്കാൻ കാളയും ആട്ടുകൊറ്റയും ഒക്കെ കൊണ്ടുപോകും. സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് കൊടുക്കാനായത് ഉള്ളതി കൊള്ളാവുന്നതിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. യാഗം അർപ്പിക്കാൻ കൊണ്ടുവന്നു ഉള്ളതി. ഞാനൊരിക്കൽ ആമീൻ സ്തോത്രം ചിറ്റാറിൽ പറഞ്ഞ സ്ഥലത്ത് ശുശ്രൂഷക്കാച്ചു.
ഒരമ്മച്ചി ഒരു മോനെയും കൊണ്ട് സ്തോത്രം. അവനാന്നെ പകുതി ഭ്രാന്ത് പകുതി ആമേൻ സ്തോത്രം പോട്ടനോ. എന്നിട്ട് ലാസ്റ്റിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വിടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു, സ്തോത്രം അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ്. ആണോ പെണ്ണോ? 2 ആൺപിള്ളേരാ. മറ്റവനെന്തി? അവൻ ഗൾഫില്ല. അവനെ വിടാവും. അവനെ വിട്ടാൽ പിന്നെ എങ്ങനെയാ പാസ്റ്റർ? ഇവനെയാണെ കൊള്ളാവുന്നു. അപ്പൊ എല്ലാരും വിചാരിക്കും ചട്ടനെയും പൊട്ടനെയും അവരാനും കൊള്ളാവും. അതെ, ലേവ്യ പുസ്തകം എടുത്ത് പഠിച്ചു നോക്കണം. ഊനമുള്ളതിനെ ഒന്നും നമ്പരാൻ വേണ്ട. പിന്നെ നമുക്കൊക്കെ കുറെ ഊനം ഉണ്ടായിട്ട് നമ്പരാൻ അങ്ങ് സഹിച്ചു കൊണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആമേൻ യാഗപീഠത്തിനകത്ത് ആമേൻ സ്തോത്രം വേദപുസ്തകത്തിന്റെ കാതലായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും. അപ്പൊ നമ്മുടെ ആമേൻ പഴയ നിയമത്തിലോട്ടൊന്നും വരും കേട്ടോ. പഴയ നിയമ യാഗത്തിന് ഏറ്റവും നല്ലൊരു കാളയെ കൊടുക്കും. ഈ 10 പേര് യാഗം കഴിക്കാന്ന് വെച്ചാൽ 10 പേരുടെ നടുവിൽ വെച്ച് നമ്മുടെ കാളയ്ക്ക് അവർ എടുപ്പെങ്കിൽ നമുക്ക് എടുക്കാൻ വേണം അല്ലേ? എന്താ അങ്ങനെ ഇപ്പൊ നിക്കുന്നേ? എന്റെ തമ്പുരാൻ ആരാന്നറിയോ? ആമേൻ സ്തോത്രം. എന്തുകൊടുക്കുന്നു? ഈ കാളയെ കൊണ്ടൊന്ന് എന്റെ കഴുത്തം കൊണ്ടിറക്കും, മറത്ത് ചോര അങ്ങോട്ട് എടുക്കും. ആമേൻ സ്തോത്രം. എടുത്തു കഴിഞ്ഞ ഉടനെ എന്റെ കൊമ്പും കുളപ്പും അങ്ങ് വെട്ടും. സ്തോത്രം. അപ്പൊ ഈ യാഗമൃഗത്തിന്റെ കൊമ്പും, ഈ കൊമ്പെന്ന് പറയുന്ന സാധനം ഇതാ. സ്തോത്രം. കുഴമ്പെന്ന് പറയുന്നത് ഇതാ. ഇതെല്ലാം അടിക്കുന്നത് നമ്മൾ ആരാ? അയ്യോ, അതോടെ നിങ്ങളുടെ യാഗമൃഗമാണ്. അവൻ യാഗമൃഗത്തിന്റെ മുന്നിൽ ചെയ്യുന്നത് കൊമ്പും കുളമ്പുമാണ്. ഇന്നുകൊണ്ട് ആരും പഠിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട. പഠിപ്പിച്ചാലും ചെറുക്കാൻ കൊണ്ട് ചെയ്യാൻ പാടാണ്. പിന്നെ ഈ പ്രവാചക പുസ്തകത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. യഹസ്കേൽ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു. ഞാൻ പ്രവാചക യഹസ്കേൽ പ്രവാചക പുസ്തകം അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും 2:7. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എന്റെ വായിന്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ. വെട്ടിയാലും വെട്ടിയില്ലേലും പറഞ്ഞേച്ചു പോകാന്നുള്ള ഉപദേശത്തിന് പണിയാണ്. മനസ്സിലായി എന്നാ എന്റെ അർത്ഥം? എന്നോട് ആരും ദേഷ്യപ്പെട്ടില്ല. നിങ്ങളില്ലേ ഞാൻ ഇനി ഇവിടെ വെളിയിൽ നടക്കത്തില്ല. സ്നേഹത്തോടെ ഞാൻ ദൈവമായി പറയുന്നത്. ആമേൻ സ്തോത്രം. കേട്ടാലും കേൾക്കാഞ്ഞാലും എന്നാ ഞാൻ പറയാം. വെട്ടിയാലും വെട്ടിയില്ലേ, കേട്ടാലും കേട്ടില്ലേ. നീ എന്റെ വായിന്റെ വചനങ്ങളെ അവരോട് എന്ത് കൊടുക്കണം? പറയണം. സ്തോത്രം. അവർ മഹാ ഏതവസത്തിൽ എഴുതിയിരിക്കുന്നു, മത്സരികൾ വരണ്ട ദേശത്ത്. കുഞ്ഞെ, ദൈവവചനം കേൾക്കുമ്പോൾ മത്സരിക്കരുത്. ദൈവവചനം കേൾക്കുമ്പോൾ അരിഷ്ടനും മനസ്സു തകർന്നവരും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവരുമേ അങ്ങനെ ദൈവവചനത്തിന്റെ ഇത് നിസാരമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. ഈ ഇങ്ങോട്ട് നോക്കി, ഈ വചനം തന്നെ കാലും കൈയും കണ്ണും മൂക്കും തലയും വെച്ച് നമ്മുടെ ഇടയിൽ ഇറങ്ങിയതാ ക്രിസ്തു. മനസ്സിലായോ? സ്തോത്രം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വചനത്തിന് കാലും കൈയും വെച്ച് പിടിച്ച് അവൻ തലയും മൂക്കും ഹാലലിയോ വായുമായി നമ്മുടെ ഇടയിൽ നടന്ന് അവൻ സ്തോത്രം തൊട്ട് വിടുവിച്ച് സൗഖ്യമാക്കി കാൽവറി യാഗമായതായി ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം ദൈവമക്കൾ നന്നായി തിരിച്ചറിയട്ടെ. കൊമ്പും കുളമ്പും വെട്ടണം. ഈ യാഗപീഠത്തിൽ കൊണ്ടുവരുന്ന സ്തോത്രം ഒരു യാഗമൃഗത്തിന് ആദ്യം ചെയ്യുന്ന പരിപാടിയാണ്. അതിനുശേഷം ആമേൻ ഈ ഗമ പറയാതിരിക്കാൻ, പുള്ളിയും മറുകും കാണാതിരിക്കാനായിട്ട് എന്തുകൊടുക്കാന്നറിയോ? തൊലി ഉരിക്കും. ഇപ്പൊ മുമ്പ് പറഞ്ഞല്ലോ, വളരെ ഗമയെ നിങ്ങൾ നിൽക്കുക. തൊലി ഉരിച്ചതിനെ 10 കൂടെ മാറ്റിയിട്ട് ആരുടെ ഒരു പിടിയില്ല. അറിയാമില്ല, എല്ലാം ഒരുപോലെ കിടക്കും. ഇതാ ദൈവസഭ.
ഇവിടെ വലിപ്പ ചെറുപ്പമില്ല. ദൈവസഭയ്ക്കകത്ത് എന്തോ ഇല്ല, കാശുകാരനും പാവം പിടിച്ചവനുമില്ല, എല്ലാവരും ഒരുപോലെ. കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ദൈവത്തിന് മുഖപക്ഷമില്ല. സ്തോത്രം, സ്തോത്രം. അന്ന് IPC ചർച്ച ഷാരോനും സീയോനും ഉണ്ടായിരുന്നേ കറുത്ത പത്രോസ്ലീഹ പറഞ്ഞേനെ ദൈവത്തിന് ഡിനോമിനേഷൻ ഇല്ല. പിന്നെ ഇതുണ്ടായത് കൊണ്ടാണ് പത്രോസ് അന്ന് എഴുതാതെ വിട്ടുപോയത്. പക്ഷെ നമുക്കച്ചായത്തോണ്ട് മുഖവച്ചോണ്ട് ഡിനോമിനേഷൻ ഇരിക്കട്ടെ, എല്ലാം നല്ലതാണ്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ തമ്പുരാന്മേടെ നിന്ന് കാണുമ്പോൾ എല്ലാം ആമേൻ സ്തോത്രം നമുക്ക് പ്രതിഫലത്തിന് അനുഭവമായി തീരുവാൻ ദൈവം. ഇനി അടുത്തത് ഇതിനെ എന്തെടുക്കുന്ന അറിയാമോ? ആമേൻ സ്തോത്രം. ലേവ്യ പുരോഹിതന്മാർ ഇങ്ങോട്ട് വന്നിട്ട് ആമേൻ ഇതിനെ കണ്ണമായിട്ട് അങ്ങ് മുറിക്കും. സ്തോത്രം. വേറെ കാര്യമുണ്ട്, യാഗപീഠത്തിനകത്ത് കൊള്ളണം. മുറിക്കുന്നത് യാഗപീഠത്തിന്. ആമേൻ സ്തോത്രം. എന്റെ വിഷയത്തിന്റെ വിടുതൽ എന്ന് പറയുന്നേ ആമേൻ യാഗം കഴിച്ച കാളയുടെ, യാഗം കഴിച്ച ആട്ടുകൊറ്റന്റെ ഒരു പിടി ചാമ്പൽ എടുത്തു കൊണ്ടുവന്ന് പുരോഹിതൻ എന്റെ മുമ്പിൽ കാണിക്കുമ്പോഴാണ്, ബ്രദർ നിന്റെ യാഗം സഫലീകരിച്ചു, ചാമ്പലായി എന്ന് കാണുമ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അതിൽ പ്രസാദിച്ചു എന്ന്. പക്ഷേ യാഗപീഠത്തിന് വല്ലവനും വല്ലവളും വെളിയിൽ കടന്നാൽ അത് കരിഞ്ഞു കിടക്കത്തേ ഉള്ളൂ, ചാമ്പലാകത്തില്ല. നീ യാഗപീഠത്തിനകത്തായിരിക്കണം. മനസ്സിലാക്കാൻ പുതിയ നിയമത്തിൽ എന്റെ കർത്താവ് പറഞ്ഞെന്നറിയാം, ബുദ്ധിയുള്ളവനോട് സമത്വമാക്കിയിരിക്കുന്നത് അവൻ ആഴക്കുഴിച്ചു, പാറമേൽ അടിസ്ഥാനമിട്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യം. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എവിടെ അകത്ത് നിൽക്കണം? യാഗപീഠത്തിനകത്ത് നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ. സഭയ്ക്ക് അതിൻ്റെതാകുന്ന ഹല്ലേലൂയ കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് അതിൻ്റെതാകുന്ന നിയന്ത്രണങ്ങളുണ്ട്. ഈ നിയന്ത്രണത്തിനകത്ത് പോയാൽ നീ കരിഞ്ഞ് പുറത്ത് കിടക്കത്തേ ഉള്ളൂ, ചാമ്പലായി തീരത്തില്ല. ചാമ്പല് കണ്ടാൽ മാത്രമേ നിന്റെ അന്തരംഗത്തിന് സന്തോഷം വരത്തുള്ളൂ. എന്റെ വിഷയത്തിന് വിടുതലായി തിരിച്ചറിയുന്നവർ ആമേൻ പറ. സബ്ജക്റ്റ് മാറിപ്പോകരുത്. ആമേൻ, ആമേൻ. ന്യായപ്രമാണത്തിൻ കീഴെ ജനിച്ചു പോയി. എങ്ങോട്ടാ? ന്യായപ്രമാണത്തിൻ കീഴെ ജനിച്ചവനായി, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത് എവിടാ? വാ ഓരോ ഗലാത്യ ലേഖനം. ഞാൻ പറഞ്ഞല്ലേ, കൈ വെച്ചവനെ മാറ്റല്ലേ. സ്തോത്രം. കണ്ടോ? 4-ാം അധ്യായം. എന്തിനാണ്? ആമേൻ സ്തോത്രം. മറക്കല്ലേ പ്രിയപ്പെട്ട, ന്യായപ്രമാണത്തിന് ആമേൻ സ്തോത്രം. റോമാലേഖനത്തിൽ എഴുതി, ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിനെ സാധിക്കേണ്ടതിന് ആമേൻ വന്നേ യേശു ക്രിസ്തുവിനെ ഇത് ന്യായപ്രമാണമാണ്. ഈ ന്യായപ്രമാണത്തിന് കീഴെ ആമേൻ ജനിച്ചവനായി നിയോഗിച്ചത്. ഇതിന്റെ കീഴിൽ കിടക്കുന്ന, പൗരോഹിത്യത്തിൽ കിടക്കുന്ന, ന്യായപ്രമാണ ആരാധനയിൽ കിടക്കുന്നവനെ ആമേൻ ഒരു പരുന്ത് റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നത് പോലെ, സഭ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഇതിന്റെ കീഴിൽ നിന്ന് നിന്നെയും എന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാനാ നിയോഗിച്ചത്. നിയോഗിച്ചത്. ഈ നിയോഗത്തെ ഇന്ന് പകൽക്കാലം എന്റെ പൈതൽ നീ തിരിച്ചറിയാതിരിക്കരുത്. ആമേൻ. നീ തിരിച്ചറിയാതിരിക്കരുത്. ഈ നിയോഗത്തെ നീ തിരിച്ചറിഞ്ഞാൽ അവൻ ഇവിടെ വന്നതിന്റെ യാഥാർത്ഥ്യത്തെ എനിക്കും നിങ്ങൾക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അടുത്തത്, നാം പുത്രത്വം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ആരായിരിക്കണം? ഹല്ലേലൂയ. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല അവൻ നമുക്ക് നൽകിയത്, മറിച്ച് പ്രൈസ് ദി ലോർഡ് ന്യായപ്രമാണത്തിന്റെ ആരാധന ദാസ്യത്വത്തിന്റെ ആരാധനയാണ്. ദാസ്യത്വത്തിന്റെ ആരാധനയല്ല, മറിച്ച് പുത്രത്വത്തിന്റെ ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെയാണെങ്കിൽ ദൈവം തന്റെ പുത്രനാം യേശു ക്രിസ്തുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ അവൻ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത് ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും അവൻ ഈ സത്യ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിയും പുത്രത്വം പ്രാപിക്കണം. അടുത്തത് എഴുതി, പുത്രനെങ്കിലോ ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ആരാണ്? പിതാവിന്റെ സകല അനുഗ്രഹത്തിന് അവകാശിയാണ്. ഇന്ന് പകൽക്കാലം പിതാവിന്റെ സ്വർഗത്തിലെ സകല അനുഗ്രഹത്തിനും യേശു ക്രിസ്തുവിനോട് കൂട്ടവകാശികളാണെന്നുള്ള ഉത്തമ ബോധം എത്ര ദൈവമക്കളെ ഭരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് എന്നോട് നിങ്ങളോട് വേദപുസ്തകത്തിലൂടെ ദൈവവചനത്തിലൂടെ സംസാരിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ 3-ാം അധ്യായത്തിൽ ചോദിക്കുന്ന ചോദ്യം, 1-ാമത്തെ വാക്യം, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, നിങ്ങളെ ചോദ്യം ചെയ്തത് ഈ ലോകത്തിന്റെ ചില അന്ധകാര മണ്ഡലം, അതിന്റെ വ്യാപാരങ്ങൾ, അതിന്റെ ശക്തികൾ നിന്റെ ബോധമണ്ഡലത്തെ മറച്ച് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പിശാച് തട്ടിക്കൊണ്ടു പോകുമ്പോൾ പൗലോസ് ചോദിക്കുക, ആരില്ല നിങ്ങളെ ചോദ്യം ചെയ്ത് മയക്കിയത്? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനാകുന്ന പൗലോസ് എബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവൻ എബ്രായർ 10:1, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ നിഴലല്ലാതെ കാര്യത്തിന്റെ സാക്ഷാൽ സ്വരൂപമായ കൊണ്ട് കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാണ് അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. സഹോദര, ആണ്ടുതോറും ഇങ്ങനെ കഴിച്ചു വരുന്നതുകൊണ്ട് തമ്പുരാനോട് അടുത്തോട്ട് വരുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നവന് സൽഗുണ സമ്പൂർത്തി വരുത്താൻ ഒരിക്കലും കഴിയത്തില്ല. നിനക്ക് സൽഗുണ സമ്പൂർത്തി വരണമെങ്കിൽ വിട്ടോണം. മനസ്സിലായോ? 10-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, അതൊരു നിഴലാണ്, നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും എല്ലാ വർഷം തോറും എന്താ കഴിക്കുന്നുണ്ട്? ജനനമുണ്ട്. ഇനിയിപ്പോ അടുത്ത ആഴ്ച ജനനമല്ലേ? എന്നുണ്ട് മാർച്ചിൽ. ആണ്ടുതോറും കഴിച്ചു വരുന്ന യാഗം. ഇതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും എന്തെടുക്കാൻ പറ്റത്തില്ല? സൽഗുണം, നല്ല ഗുണം പ്രാപിപ്പാൻ അന്നത്തേക്ക് തന്നെ വേണ്ടില്ലായിരുന്നു. എഴുതിയിരിക്കുന്ന കട്ടി നോക്കി അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വിളിച്ചു പറയട്ടെ, ആമൻ. നമുക്ക് തീർത്തും ഈ വചനത്തിലൂടെ കേട്ടതിലൂടെ ഒരു കാര്യം നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റും. ന്യായപ്രമാണത്തിന് സൽഗുണ സമ്പൂർത്തി വരുത്താൻ കഴിയത്തില്ല, പൗരോഹിത്യത്തിന് അത് കഴിയത്തില്ല, ആചാരങ്ങൾക്ക് അത് കഴിയത്തില്ല, കുർബാനകൾക്ക് അത് കഴിയത്തില്ല, നാം കാണുന്ന വലിയ പള്ളികൾക്ക് അത് കഴിയത്തില്ല, മധുബാഹകൾക്ക് അത് കഴിയത്തില്ല, ഓണോസുകൾക്ക് അത് കഴിയത്തില്ല, സൽഗുണ പൂർത്തി വരുത്താൻ കഴിയത്തില്ല. നാം കാണുന്ന അവൻ നീളം കുപ്പായമിട്ട് അരക്കെട്ട് കെട്ടിയും കെട്ടാതെ നടക്കുന്ന പുരോഹിതന്മാർക്ക് അത് കഴിയത്തില്ല. എന്റെ യേശു ആരാ? എന്റെ യേശു ആരാ? നിങ്ങൾ നോക്കി അവൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടി എന്റെ കർത്താവാര. അമ്മേ, എന്റെ കർത്താവാര. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതൻ. അതിനുശേഷം പൗലോസ് പറയും, ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ എങ്ങനെയുള്ള? ഒന്ന്, പവിത്രൻ. എന്റെ അപ്പനെ നോക്കി എത്ര പവിത്രമാണ്. പവിത്രൻ. അടുത്തത് ആ വാക്കിന്റെ ഒക്കെ അർത്ഥം വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിർദോഷൻ. അടുത്തത് നിർമ്മലൻ. ഓ സ്വോത്രം. നിർമ്മലൻ. അടുത്തത് പാപികളോട് വേറിട്ടവൻ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. പലരെയും പിടിക്കുന്നുണ്ട് ഈയിടെ. പക്ഷേ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പാപികളോട്. യേശുബ്രാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒറ്റ ചോദ്യം മനുഷ്യന്റെ മുഖത്തോട്ട്, എല്ലാവരും സമൂഹത്തിന്റെ മുഖത്തോട്ട്, നിങ്ങളിൽ ആര് എന്നെ
പാപത്തെ കുറിച്ച് പൗലോസ് എബ്രായ ലേഖനത്തിൽ എഴുതി, പാപികളോട് പാപത്തോട് വേറിട്ട. മനസ്സിലായി? പാപികളോട്. യോഹന്നാന്റെ ലേഖനം, ആമേൻ സ്തോത്രം, 3-ാം അധ്യായം 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അടുത്തത്, അവനിൽ പാപമില്ല. മതി, അവനിൽ പാപം ഇല്ല. യോഹന്നാന്റെ 1-ാം ലേഖനമാ വായിച്ചത്. 1-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. ആമേൻ. എഴുതിയിരിക്കുന്നു, അവനിൽ പാപമില്ല. ഇങ്ങോട്ട് നോക്ക്. അവൻ ചോദിച്ചു, നിങ്ങൾക്ക്, അവൻ സ്തോത്രം 8:48 ചോദിച്ചു, നിങ്ങൾക്ക് ആർക്ക് എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ വ്യക്തമായി അവൻ എബ്രായ ലേഖനത്തിൽ നമ്മോട് സംസാരിച്ചു, പാപികളോട് വേറിട്ടവൻ. ആമേൻ സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിൽ തിരുവചനം ഇങ്ങനെ എഴുതി, അവനിൽ പാപം ഇല്ല. സ്തോത്രം. നമ്മുടെ കർത്താവിൽ പാപമുള്ളവനെ, പാപികളെ രക്ഷിപ്പാൻ. പാപമുള്ളവന് നിങ്ങൾക്കറിയാമോ, പ്രവാചകൻ യെശയ്യാവ് അവന്റെ ജനനത്തെ കണ്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന എഴുത്ത്. യെശയ്യാ പ്രവാചകൻ 53-ാമത്തെ വാക്യം. സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ചത് വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞങ്ങളെ കേൾപ്പിച്ചത് ആരെ വിശ്വസിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും, അവിടെ എഴുതിയിരിക്കാൻ ശ്രദ്ധിച്ചു, വരണ്ട നിലത്ത്. വരണ്ട നിലത്ത്. കണ്ടോ എന്നാ എഴുതിയിരിക്കുന്നത്? വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെ. അതിന്റെ അർത്ഥം സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു, കന്യക ഗർഭിണിയാവും. വരണ്ട നിലം. ആമേൻ. ഒരു അവൻ മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ അത്ര. യോഹന്നാന്റെ സുവിശേഷം വന്നു. പ്രൈസ് ഗോഡ്. വന്നേ. ഓ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം. അവൻ മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. ദൈവത്തിന്റെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം. അവിടെ എഴുതി, ഞങ്ങളെ കേൾപ്പിച്ചത് ആര് ഗ്രഹിക്കും? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെടും. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത്. അതിന്റെ അർത്ഥം അവൻ പുരുഷനെ കൂടാതെ. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1:35. പ്രൈസ് ദി ലോർഡ്. വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 1:35. ആമേൻ. അവളുടെ സംശയത്തിന്റെ മുമ്പിൽ ദൂതൻ പറയുന്നു, ആമേൻ, ഞാൻ ഒരു പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ചോദ്യത്തിന് മറുപടി, ആമേൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നീളും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ പറഞ്ഞു. വരണ്ട നിലത്ത് വേര്. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. എന്താ അതിന്റെ അർത്ഥം? പാപം അവനുണ്ടാകരുത്. ലോകത്ത് ജനിക്കപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരിലും പാപം പരന്നിരിക്കുന്നു. പാപിക്ക് പാപത്തെ നീക്കുവാൻ കഴിയത്തില്ല. പാപമില്ലാത്തവനെ പാപം മാറ്റാൻ കഴിയത്തുള്ളൂ. അവൻ പാപരഹിതനായി ഭൂമിയിൽ ജനിച്ചെങ്കിൽ അവൻ മാത്രമേ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൻ ജനിച്ചത് പുരുഷന്റെ ഇഷ്ടത്താലല്ല, സ്ത്രീയിൽ പരിശുദ്ധാത്മാവിനാൽ അവൻ ജനനമെടുത്തു. പ്രവാചകൻ അത് കണ്ടുകൊണ്ട് പറഞ്ഞു, വരണ്ട നിലത്ത് വേറു മുളച്ചു, അവിടെ ജലമില്ല. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? സ്തോത്രം. സ്തോത്രം. അവന് രൂപഗുണമില്ല, കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല. എന്തോ ഇല്ല, അവന് കോമളത്വമില്ല. സ്തോത്രം. പക്ഷേ ആരുടെ വളരെ വ്യക്തമായ ഉത്തമ ഗീതം 5-ാം അധ്യായത്തിൽ ശൂന്യം കാര്യത്തിൽ അവനെ കണ്ടുകൊണ്ട് പറയുന്നതെന്നറിയാമോ? എന്റെ പ്രിയൻ 10,000
Glory. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ആരെയാണ് പിൻപറ്റുന്നത്? പാപമില്ലാത്തവനെ, അവൻ പാപികളെന്നും വേറിട്ടവനെ, അവൻ ഹാലലിയ സ്തോത്രം, വരണ്ട നിലത്ത് വേർ മുളച്ചവനെ, പരിശുദ്ധാത്മാവിൽ ജനിച്ചവനെ. ഇങ്ങനെ ഒരു പുരോഹിതൻ ഉണ്ടെങ്കിൽ അവൻ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. തിരിച്ചറിയുവാൻ കഴിവുള്ളവർ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇവനെയാണ് പിൻപറ്റുന്നത്. അവൻ അപ്പോസ്തലനാകുന്ന പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ, 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവനെ കണ്ട് പറയുന്നത് പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം, 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവൻ ആരാ? മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത അദൃശ്യനായ അവൻ. നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നെങ്കിൽ ദൈവം ആരാന്നൊരു ക്ലാസ് ഞാൻ എടുത്തു വരാറ്. പക്ഷേ ദൈവങ്ങളാണ് കൂടെ. നിങ്ങൾ ലോങ് ഡ്യൂട്ടിയോ ഷോർട്ട് ഡ്യൂട്ടിയോ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. സോദരം കണ്ട് എടുക്കുന്നതിന് പതിവ്. സോദരം ദൈവം ആരാണ്? ക്രിസ്തു ആരാണ്? ആത്മാവാരാണ്? 10 പേര് കൂടെ 3 പേർക്ക് വേണ്ടി എടുത്ത് പരിപാടി എല്ലാരെയൊക്കെ വിളിച്ചു കൂട്ടാം. വല്ലതും പറ, ഡ്യൂട്ടിയൊക്കെ മാറ്റിയെടുക്കാൻ പറ. ഓത്ര വെള്ളിയാഴ്ച വരെ ഉള്ളൂ, ശനിയാഴ്ച വാസത്തെ വേറെ കണ്ട പരിപാടി ശിശുക്കൾ വെച്ചേക്കുന്ന അതിലെ ഞാൻ ഗ്ലോറി. ഈ പകൽക്കാലം ശ്രദ്ധിച്ചോളൂ. അവനാരാ? അവനിലല്ലോ ദൈവത്തിന്റെ സകല. അവനെ നോക്കിയേ. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ ദേഹരൂപത്തിൽ എന്തോടുത്തു? അവനിൽ വസിക്കുന്നു. അവനെ കണ്ട പ്രവാചകൻ പറഞ്ഞു, കണ്ടാൽ അവന് കോമളത്വമില്ല, കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായിരുന്നു. അവനെ കാണുന്നവരൊക്കെയും അവൻ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ അതിനായിരുന്നു. നാമോ അവനെ ആദരിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹീതമായ പകൽക്കാലം ഇന്ന് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന മഹാപുരോഹിതനായ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ വഹിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഈ പകൽക്കാലം ആര് എന്ന് ഈ പകൽക്കാലം ആര് സമർപ്പിക്കപ്പെടും? നിങ്ങൾ അവനെ കാണുക, അവനെ കാണുക. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനായി അവൻ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവൻ വെള്ളോടിൻ സദൃശം ചുട്ടുപഴിപ്പിച്ച കാലുള്ളവനായി, സൂര്യനെ പോലെ ജ്വലിക്കുന്ന മുഖമുള്ളവനായി, അവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായി, അവൻ സ്തോത്രം വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ പിടിക്കപ്പെട്ടവനായി, 7 നിലവിൽക്കണ നടുവിൽ ഭാരത വർഗച്ച കണ്ണിവനായി നടന്നു നീങ്ങുന്ന ദേഹ സ്വരൂപനായ അവൻ ഹല്ലേലൂയ തേജോമയനായ അവൻ ഹല്ലേലൂയ അത്ഭുത മന്ത്രിയായ വീരഭുജമുള്ള വിശ്വസ്തനായ നീതിമാനായ അവൻ വലിയവനായ ദൈവത്തെ, അവൻ നിർദോഷിയായവൻ, അവൻ പവിത്രൻ, നിർദോഷിയായവൻ, അവൻ പാപികളോട് വേറിട്ടവൻ, വായിച്ചു തീർന്നില്ല, സ്വർഗത്തെക്കാൾ ഉന്നതൻ. ഇവൻ നമ്മുടെ പുരോഹിതൻ. കാലിറ്റി കൊണ്ട പുരോഹിതൻ. ദൈവമിരിക്കുന്ന ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, അവൻ ഇവരെയാണ് നാം പിൻപറ്റുന്നത്. അവൻ നിസ്സാരക്കാരനൊന്നുമല്ല, അവൻ നിസ്സാരക്കാരനൊന്നുമല്ല. അവങ്കലേക്ക് നീ ഒന്ന് നോക്കിയ സ്തോത്രം, നിന്റെ മുഖം പ്രകാശിക്കും. വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പഠിക്കും. നിനക്ക് തൊടാൻ പറ്റും. ഞാൻ രഹസ്യം പറയട്ടെ കുഞ്ഞെ, നീ പാപത്തിൽ വീണെന്നോ സ്വത്രം നീ വിഴച്ചു പോയെന്നോ വന്ന് ആരെങ്കിലും ഒരാൾ അങ്ങനെ പോയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും തമ്പുരാന്റെ സഭയ്ക്ക് കോട്ടം വരത്തില്ല. മനസ്സിലായോ? ഹല്ലേലൂയ സ്തോത്രം.
ഇന്നലെ ദൈവത്തിന്റെ ദാസനെടുത്ത ആലലിയ സ്തോത്രം 9-ാം അധ്യായം ഇല്ലേ, 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം ലോകം മുഴുവൻ സുവിശേഷവൽക്കരിച്ച സംഭവമാണ് എഴുതി വെച്ചേക്കുന്നത്. സ്തോത്രം. ആരാവര് സമയമില്ലാഞ്ഞുകൊണ്ട് ഇന്നലെ അത് തുടങ്ങി. ഇന്നലെ വേറെ ഭാഗത്തോട്ടെ പരിശുദ്ധാത്മാവിട്ടെ. ആരാവര്? ആമീൻ. നോഹയ്ക്ക് പിറന്ന ഹാം, ഷേം, യാഫേത്തിന്റെ പുത്രന്മാരാ 8, 9, 10 അധ്യായത്തിൽ ആമീൻ എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കാലത്തിന് ലോകം മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി കർത്താവ് വാലവീരിച്ചതേ. നീ അറിയുന്നില്ല. അത് കണ്ടക്കിഴക്കിന്റെ ഷണ്ണനായിട്ട്. Praise the Lord. ആമേൻ. അടുത്തത് ഹല്ലേലൂയ സ്തോത്രം ബെന്യാമിൻ ഗോത്രത്തിലെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ശൗല്. Praise the Lord. അടുത്തത് ആമേൻ കൊർനെല്ലിയോസ്. Praise the Lord. ഇവരൊക്കെ നോഹയുടെ പുത്രന്മാരാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഷേമിന്റെ പാരമ്പര്യം അബ്രഹാമിന്റെ പാരമ്പര്യം, ഷേമിന്റെ പാരമ്പര്യം കർത്താവായ യേശുക്രിസ്തു. Praise the Lord. സ്തോത്രം. നമ്മുടെ പാരമ്പര്യത്തിന്റെ നെല്ലെടുത്തുകൊണ്ട് പഠിക്കണം. അപ്പോഴേ ആരും സ്തോത്രം കർത്താവ് പരിപാടി ചെയ്തു കഴിഞ്ഞു. പിശാചിയുടെ ആമേൻ സ്തോത്രം എത്രത്തോളം ഉയർന്നാലും ആമേൻ 2 സഭ പൊട്ടിയാലും 3 സഭ അതിലെ പോയാലും ഇതൊന്നും തമ്പുരാന്റെ വിഷയമല്ല. ഓയോൻ അധോഗതിയിൽ അകപ്പെട്ടു. തമ്പുരാന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. അവിടെയായി ഞാനും നിങ്ങളുടെ അറിയാത്ത അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരിക്കൽ ആമേൻ ഒരു അത്ഭുത പ്രവാചകൻ ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് ആത്മാവിന്റെ തീയിറക്കിയ പ്രവാചകൻ അവസാനമായി ആമേൻ ചൂരയുടെ ചെടിച്ചോട്ടിൽ കിടന്നുകൊണ്ട് ആമേൻ പറഞ്ഞൊരു കാര്യം, മതി കർത്താവേ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചു. അവനെ നോക്കി പറഞ്ഞു, നിന്റെ കണക്കൂട്ടലടാ ഏലിയാവേ, നിന്റെ കണക്കൂട്ടല നീ ഒരുത്തനെന്ന്. അവൻ ബാലിനെ മുട്ടുമടങ്ങാത്ത, അവന്റെ വായെ ചുംബിക്കാത്ത 7000 ഞാൻ പലയിടത്ത് വേർതിരിച്ചിട്ടുണ്ട്. നീ അറിയാത്ത, നീ അറിയാത്ത, നിന്റെ കണ്ണിൽ കാണാത്ത, നിനക്ക് തോന്നുന്നു നീ മാത്രമേ ഉള്ള നല്ലടാ ഏലിയാവേ. ഞാൻ സ്തോത്രം വേറെ 7000 വേർതിരിച്ചിട്ടുണ്ട്. എന്റെ പദ്ധതി മനുഷ്യന്റെ കണക്കൂട്ടലിൽ പെടുന്നതല്ല. പിശാചേ നിന്റെ മണ്ഡലത്തിൽ പെട്ടതല്ല. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. ആരെ വെച്ചുകൊണ്ട്? പാതാള ഗോപുരങ്ങളെ ജയിപ്പാൻ അപ്പോസ്തല ലക്ഷണമുള്ളവരെ വെച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ ഞാൻ സഭയിൽ എഴുന്നേൽപ്പിക്കും. പ്രവാചകന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഉപദേഷ്ടാക്കന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഇടയന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. ശുശ്രൂഷകന്മാരെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഉപവാസ പ്രാർത്ഥനയിലൂടെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ ഈ ദിവസങ്ങൾ ചില ആത്മീയ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് എഴുന്നേൽക്കുവാനുള്ള വ്യക്തികളാണ് ഉത്തമബോധത്തോടെ സമാജ മണ്ഡലത്തെ തകർക്കുവാൻ ആത്മാവിന്റെ നിശ്ചയം വഹിക്കുന്ന വിശ്വസ്തനായി ഈ ദിവസങ്ങളിൽ ദൈവത്തിലെ നീ അതൊരു കല്ലായി തീരട്ടെ. നീ ഒരു കല്ലായി. പാതാള ഗോപുരങ്ങളെ ജയിക്കുന്ന അപ്പോസ്തലനും പ്രവാചകനും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയും. അങ്ങനെ അപ്പോസ്തലനും നിങ്ങൾ അന്യരും പ്രദേശമാണ്. അവൻ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. ആമേൻ. സ്തോത്രം. അവൻ നിങ്ങളെ ക്രിസ്തുവിന്റെ മൂലക്കല്ലായിരിക്കും. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കും. കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ക്രിസ്തുവിൽ വിശുദ്ധ, ഞാൻ വേറെ ദിവസങ്ങളിൽ എടുത്തോളാം, ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരും. നല്ല മന്ദിരം തൊട്ടതേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും ദൈവത്തിന്റെ സ്തോത്രം. വാക്കുകൾ വിരാമം കുറിക്കട്ടെ, സമയം ദീർഘിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം അടഞ്ഞു വരുന്ന കണ്ണുകൾ കണ്ടിട്ട് ആമേൻ സ്തോത്രം ഭാരം തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അല്പനേരമെങ്കിലും വിശ്രമിച്ച് നിങ്ങൾ അടുത്ത ഡ്യൂട്ടിക്ക് പോകണ്ടേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇത്ര അത്യാർത്തിയോടെ ദൈവവചനം കേൾക്കേണ്ടതിന് ശുശ്രൂഷ അനുഭവിക്കേണ്ടത് വന്നതിൽ ഒത്തിരി സന്തോഷം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളെല്ലാവരും വിശിഷ്യ ഈ കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹമായി വലിയ പ്രവർത്തി അവൻ തുടർന്നുള്ള അവൻ പകൽ രാത്രി ഒക്കെ നമുക്കായിരിക്കാം. സ്വത്രം. ദൈവജനം കേൾക്കട്ടെ, ദൈവജനം ഗ്രഹിക്കട്ടെ, ദൈവജന ആഴത്തിൽ പതിയട്ടെ, അനേകർക്ക് പകർന്നു കൊടുക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ ആമേൻ സ്തോത്രം തിരുവെഴുത്ത്
ജീവജലത്തിന് ഒരു കൈതാച്ചാൻ ജീവജലത്തിന്റെ നദി ഒഴുകണം. എന്തോ ഒഴുകണം? നദി ഒഴുകണം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എവിടെയായി കെട്ടിക്കിടക്കുന്ന ജീവനില്ലാത്ത ചലിക്കാത്ത ചിലതിനെ ഒഴുകി കളഞ്ഞിട്ട് ജീവജലത്തിന്റെ നദി. അവൻ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു. ഹല്ലേലൂയ, അവനെ 1000 മുഴം വളർന്നു. അവൻ നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ഒരു മഹാനദിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളം ബാക്കി പറ പറഞ്ഞ ഭാഷ ഞങ്ങൾ കേട്ടോളാം. ഈ വെള്ളം ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികളുണ്ട്. സ്തോത്രം. ഞാൻ എന്താ പറഞ്ഞത്? എന്തൊക്കെ ചുമ്മാ ഇരിക്കും. ദൈവജനം നന്നായിട്ട് ഗ്രഹിക്കണം, നന്നായിട്ട് വായിക്കണം, നന്നായിട്ട് ധ്യാനിക്കണം. ഇത് സംഭവം തലയിരിക്കണം. പാസ്റ്റർ പറയുന്നതിന് മുമ്പ് ആ ഭാഗം കൂടെ പറഞ്ഞു വരണം. ഗ്ലോറി. നല്ല ആമീൻ പറഞ്ഞു. എന്തോ എന്നോട് കുശുമ്പുണ്ടായിട്ട് സാറേ. അതായത് ഈ പകൽക്കാലം അവൻ തന്നെ സഭയെ എന്തിനാ പണിയുന്നത്? ഒരു രാജ്യത്തിലൂടെ സ്ഥാപിക്കും. സ്തോത്രം. നമ്മളെ കൊണ്ടാ സ്ഥാപിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാൻ സമയമില്ല. സ്തോത്രം. സഭ എടുക്കപ്പെടാൻ സമയമായി. അവന്റെ രഹസ്യ വരവുണ്ടേ. രഹസ്യമായി പോയവൻ രഹസ്യമായി, പരസ്യമായി പോയൻ പരസ്യ ഒലിവലിൽ തന്നെ കാലിൽ സ്തോത്രം. സമയമുണ്ട്. കർത്താവിന്റെ വര ഒരു സമയം നമുക്ക് കേൾക്കാം. ദൈവത്തിന്റെ സ്തോത്രം. സത്യം ഈ കാര്യങ്ങളിൽ പ്രസംഗിക്കേണ്ട മുഴുവൻ കർത്താവിന്റെ വരവാണ്. ഒത്തിരി അടുത്ത് അനുഗ്രഹമാണ് പ്രസംഗിക്കുന്നത്. ഈ അനുഗ്രഹം എല്ലാം കൂടെ നിങ്ങളുടെ മണ്ടേ കിടന്നിട്ട് കർത്താവ് വരുമ്പോൾ പൊങ്ങാതെ വരും. ആമേൻ. ഒത്തിരി അനുഗ്രഹം പിന്നെയും വാങ്ങിച്ച് കൂട്ടിയാൽ കർത്താവ് വരുമ്പോൾ പോക്ക് നടക്കത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ വരുമ്പോ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം പോലും നമുക്ക് കാണത്തില്ല. ഇപ്പോഴേ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. വഴിയിൽ നിന്ന് അവനൊന്ന് മാറണം. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ തന്നെ വ്യാപരിക്കും. അവൻ അതിന്റെ ആലലിയ കാലം സമാഗമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിന്നിലൂടെ വെളിപ്പെടട്ടെ ഒരു സഭ, നമ്മളിലൂടെ വെളിപ്പെട്ട ഒരു സഭ. അവിടെ പുരോഹിതൻ ഇല്ലേ ഇല്ല, അവിടെ പള്ളി ഇല്ലേ ഇല്ല, അവിടെ മദ്ബഹ ഇല്ലേ ഇല്ല, അവിടെ ത്രോണോസ് ഇല്ലേ ഇല്ല, അവിടെ കുപ്പായം ഇല്ലേ ഇല്ല, അവിടെ തൊപ്പി ഇല്ലേ ഇല്ല, അവിടെ അംശവാടി ഉണ്ടോ? സ്തോത്രം. അപ്പോസ്തലൻ ലക്ഷണമാണ്, പ്രവാചകന് ലക്ഷണമാണ്, ഇടയന്റെ സ്ഥാനമുണ്ട്, ശുശ്രൂഷകന്റെ ആമേൻ ഘനമുണ്ട്. ശുശ്രൂഷകന്മാർ ആരായിരിക്കണം? ഘനശാലികളായിരിക്കണം. സ്തോത്രം. ഘനമെന്ന് പറയുന്ന വല്ലതൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് സ്തോത്രം ഇതല്ല. സ്തോത്രം. പിന്നെ ഒരു ഘനമുണ്ട്, അതുമല്ല. ഇത് രണ്ടും പറയണം, എന്നാലേ മറ്റേ കനം വരത്തുള്ളൂ. സ്തോത്രം. സ്തോത്രം. പണ്ടൊരിക്കലും ഞാനെടുത്ത് ആമേൻ ശുശ്രൂഷ കൂടൽ എന്ന് പറയുന്ന ശുശ്രൂഷയ്ക്കാണ്. ആമേൻ. സ്തോത്രം. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കും, ഉപദേശി വന്നില്ലല്ലോ, ഉപദേശി വന്നില്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഉപദേശി വന്നില്ല. സ്തോത്രം. അപ്പൊ വേറൊരാൾ പറഞ്ഞു, ഇപ്പം ഇന്നാരെ പ്രസംഗിക്കാൻ. അപ്പോഴെല്ലാരും നോക്കുന്നത്. ഇവര് വിചാരിച്ചതെന്നറിയാം, ഉപദേശി എന്ന് പറയുമ്പോ വയറ് ഒരു ഇതൊക്കെ എന്തോ ജുബായൊക്കെ ഇട്ട് ഇത്രയും വയറുള്ള ഈ കനമുള്ള സ്വത്രം ഒരു മനുഷ്യൻ. നമ്മളീ ഒന്നിങ്ങനെ കാന്താരി പോലെ നാല് കാണാൻ സ്വത്ര സ്നേഹം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കനമൊക്കെ പോയാലേ ആ കനം വെക്കത്തുള്ളൂ. സ്വത്രം. അതിനാണ് നിങ്ങൾ എന്തോ എടുക്കുന്നേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. നല്ല സഭപണിയാണ്. ആമേൻ. സ്തോത്രം. സഭ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. നിങ്ങളും അങ്ങനെ തന്നെ തീരുമാനിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വാക്കുകൾ ചുരുക്കുന്നു. സമയത്തെ വേർതിരിച്ച് സാഹചര്യത്തെ തന്ന് ഭവനത്തെ ഒരുക്കി. ആമേൻ. സ്തോത്രം. എല്ലാ നിലകളിലും മാനിക്കപ്പെടുന്ന ഈ സഭയോർത്ത്, കർത്താവിന്റെ ദാസരെയോർത്ത്, ഈ കുടുംബത്തെ ഓർത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.